എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന അത്യത്ഭുതമായിരിക്കുന്ന ഭക്തി നിർഭരമായിരിക്കുന്ന സ്തോത്രം, അതിൻ്റെ 100 ശ്ലോകങ്ങള്, അതിൻ്റെ സംക്ഷിപ്തമായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സത്സംഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് നമ്മൾ. കാരണം ഭക്തന്മാരുടെ ലക്ഷ്യം എന്താണ് ഭക്തി, ഇങ്ങനെയുള്ളതിനെയൊക്കെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ഉത്തരം നൽകുന്നതാണ് ഈ പറയുന്ന ശിവാനന്ദ ലഹരി. അതുകൊണ്ട് ഉപാസകരായ നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ശിവജ്ഞാനം എന്ന് പറയുന്ന ആ മഹാപരമേശ്വരിയുടെ ജ്ഞാനം നമുക്ക് ലഭിക്കട്ടെ. ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ശിവാനന്ദ ലഹരിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഭക്തന്മാരുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു. ഭക്തന്മാരുടെ ലക്ഷ്യം ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളാണ്. നിത്യ അനിത്യ വിവേകമുണ്ടെങ്കിൽ അനിത്യത്തെ ഉപേക്ഷിച്ച് നിത്യനായ ശിവ പൂജ ചെയ്യും. നിത്യനായിരിക്കുന്ന ഒരു ഈശ്വരനെ ഉള്ളൂ പ്രപഞ്ചത്തില്, ബാക്കിയൊക്കെ അനിത്യങ്ങളാണ് എന്ന് കണ്ടു. അപ്പൊ ആ നിത്യനായ ശിവനെ നമ്മൾ പൂജിക്കണം. ആ ഒരു ഹൃദയ വൈരാഗ്യം ഉണ്ടായി വരണമെങ്കിൽ ഈ ശിവപൂജ മാത്രമാണ് ഏകമായിരിക്കുന്ന വഴി. അപ്പോൾ ഈ സദാശിവ ശക്തികള് ഹൃദയത്തില് വസിക്കുകയും ചെയ്യും. നമ്മൾക്ക് എല്ലാം നമ്മുടെ ഉപാസ്യ ദേവത എന്ന് പറയുന്നത് ഈ പരാശക്തിയാണ്. അപ്പൊ പരാശക്തിയും പരമേശ്വരനും നമുക്കറിയാം വാക്കും അർത്ഥവും പോലെ ചേർന്നിരിക്കുന്നവരാണ്. എപ്പോഴാണോ നമ്മൾ ഒരാളെ പൂജിക്കുമ്പോൾ അത് വേറൊരാളെ അല്ല, രണ്ടുപേരെയും ഒരുമിച്ച് പൂജ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ശിവനെ കുറിച്ച് കേൾക്കുമ്പോൾ ശിവ അതീവ സന്തുഷ്ടയാവും. ഏത് ഭാര്യയ്ക്കും ഭർത്താവിനെ കുറിച്ചും ഭർത്താവിന് ഭാര്യയെ കുറിച്ചും കേൾക്കുമ്പോൾ ആ ഒരു പരസ്പര സ്നേഹം, അതാണ് അനുഗ്രഹ രൂപേണ ആ ശിഷ്യന്മാർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ എപ്പോഴാണോ നമ്മൾ ഈ ഒരു ഭക്തന്മാരുടെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ആ തലത്തിലേക്ക് എത്തുന്നത്, അപ്പൊ അതിനെന്താ വേണ്ടത്? നിത്യ അനിത്യ വിവേകം. അപ്പൊ അനിത്യത്തെ ഉപേക്ഷിച്ച് നിത്യനായിരിക്കുന്ന ശിവഭഗവാനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയ പത്മങ്ങളില് ആ ഭഗവാനെ കുടിയിരുത്തിയാൽ പിന്നെന്താ? വൈരാഗ്യം ഉണ്ടായി വരും. അപ്പൊ സദാശിവനും ശക്തിയും ഹൃദയത്തില് സദാ വസിക്കണമെങ്കിൽ ഈ ഏക മാർഗം മാത്രമേ ഉള്ളൂ. അർച്ചന പുഷ്പങ്ങൾ അർപ്പിക്കേണ്ടത് ശിരസിലും പാദങ്ങളിലുമാണ് എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? നമ്മൾ ചില ശിവലിംഗത്തിന്റെ മേളിലും സാധാരണഗതി ഭഗവാന്റെ പാദപത്മങ്ങളിലുമാണ് നമ്മൾ പുഷ്പങ്ങൾ അർച്ചിക്കുക. അപ്പൊ ശിവഭഗവാന്റെ ശിരസും പാദങ്ങളും ആരും കണ്ടിട്ടില്ല, ഇന്ന് വരെ ആർക്കും അത് കാണാൻ പറ്റിയിട്ടില്ല. അത് പാർവതി ദേവിക്ക് മാത്രമേ അറിയുള്ളൂ. പാർവതി ദേവിക്ക് മാത്രമേ ശിവജ്ഞാനപ്രദായിനിയാണ്, ശിവനെ അറിയുന്ന ഏക വ്യക്തി ദേവിയാണ്. ഉമാജാനി എന്നാണ് പേര്. ഉമാ ജായ യസ്യ ഉമാജാനി. ജായ എന്നാൽ ഭാര്യ. അപ്പൊ ഉമ ആരുടെ ഭാര്യയാണോ അവൻ ഉമാജാനി. അപ്പൊ ശിവഭഗവാന്റെ ശിരസിൽ പുഷ്പങ്ങൾ അർപ്പിക്കാനും ഹംസരൂപം എടുക്കുവാനും പന്നി രൂപമെടുത്ത് മഹാവരാഹത്തിന്റെ രൂപമെടുത്ത് ഈ ഭൂമി പിളർന്നു പോകാനും പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല. കാരണം ശിവസ്വരൂപം എന്നത് അറിയാൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും സാധ്യമല്ല. ശിവസ്വരൂപം അപരിമിതമാണ്, അതിനെ പരിമിതമാക്കാൻ സാധ്യമല്ല എന്ന് കാണിക്കുവാനാണ് ശിവക്ഷേത്രങ്ങളില് ഓവ് വരെ പോയി നമ്മൾ അപ്രദക്ഷിണമായിട്ട് മടങ്ങി വരുന്നത്. നമ്മൾ ഓവ് മുറിച്ച് കടക്കാൻ പാടില്ല. കാരണം പൂർണ്ണമായ ശിവജ്ഞാനം ദേവിക്ക് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനും ദേവനും വിചാരിച്ചാൽ അത് പറ്റില്ല. അപ്പൊ ഓവെന്ന് പറയുന്നത് ഗംഗാപ്രവാഹമാണ്. ഭഗവാന്റെ ജടാചൂടത്തിൽ നിന്ന് ഒഴുകുന്ന ഗംഗാജലം ഒഴുകുന്നു, അതുമായിട്ട് സങ്കല്പമുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ മുഴുവൻ പ്രദക്ഷിണം ശിവക്ഷേത്രങ്ങളിൽ വയ്ക്കാറില്ല. കാരണം ഭഗവാനെ പൂർണ്ണമായിട്ട് പ്രദക്ഷിണം വയ്ക്കാൻ ആർക്കും കഴിയില്ല. ഈ ഗണപതി നമുക്കറിയാം അച്ഛനമ്മമാരെയാണ് വലം വെച്ചത്, ശിവനെ മാത്രമല്ല. അപ്പൊ ശിവൻ എന്ന് പറയുന്ന ആ തത്വം പരിമിതമാക്കാൻ സാധ്യമല്ല, അപരിമിതമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്രദക്ഷിണമായിട്ടാണ് ശിവക്ഷേത്രങ്ങളില് പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പൊ മംഗളസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ ഭക്ഷണം, അതായത് നമുക്കറിയാം അശനം എന്ന് പറയുന്നത് കാളകൂട വിഷമാണ്. കലാഭം എന്ന് പറയുന്നത്, കലാഭം എന്ന് പറഞ്ഞാല് കല എന്ന് പറഞ്ഞാൽ സർപ്പം, ആഭം എന്ന് പറഞ്ഞാൽ ആഭരണം. അദ്ദേഹത്തിന്റെ ആഭരണം എന്താണ്? സർപ്പമാണ്. വസനം എന്ന് പറയുന്ന വസ്ത്രം പുലിത്തോലാണ്. ആനയുടെ തോലും പുലിത്തോലും മാറി മാറിയാണ് അദ്ദേഹം 2 അസുരന്മാരെ വധിച്ചതിന് ശേഷം വ്യാഘ്രാസുരനും ഗജാസുരനും ഇവരുടെ ആ ഒരു ചർമ്മത്തെയാണ് അദ്ദേഹം അത് വസ്ത്രമായിട്ട് ധരിക്കുന്നത്. അപ്പൊ അദ്ദേഹം സഞ്ചരിക്കുന്നതോ വയസ്സൻ കാളയുടെ പുറത്ത്, മഹോഷം.
പക്ഷെ തന്റെ ഭക്തർക്ക് ഏറ്റവും മംഗളമായതിനെ എല്ലാം കൊടുക്കുവാൻ സാധിക്കുന്നത് ഈ ശിവനെ പോലെ വേറെ ആരുമില്ല. അദ്ദേഹമാണ് ഏറ്റവും മംഗള സ്വരൂപമായിട്ടിരുന്ന് തന്റെ ഭക്തർക്ക് എന്ത് വേണോ കൊടുക്കാൻ അത്രയും കരുണാപൂർണനായിട്ടിരിക്കുന്ന ഭഗവാൻ. ഇപ്പൊ ശ്രീരാമൻ, മാർക്കണ്ഡേയൻ, അഗസ്ത്യമുനി അവരുടെ നില കൈവരിച്ചവർക്കാണ് യഥാർത്ഥമായിട്ട് ശിവപൂജ ചെയ്യാൻ സാധിക്കൂ എന്ന് ശങ്കര ഭഗവത്പാദർ പറയുന്നു. കാരണം ഉയർന്ന ശിവഭക്തരാണ് ശ്രീരാമൻ. നമുക്കറിയാം രാമേശ്വരത്ത് ശിവലിംഗം ഉണ്ടാക്കി പൂജിച്ചത് ശ്രീരാമനാണ്. മാർക്കണ്ഡേയന്റെ അറിയാം അഗസ്ത്യമുനി. ഇവര് മൂന്നുപേരും ഉയർന്ന ഭക്തന്മാരാണ്. പക്ഷേ രാമേശ്വരത്ത് ശിവലിംഗം സ്ഥാപിച്ചു അർച്ചന നടത്തിയ ശ്രീരാമനാവട്ടെ, സ്തോത്രങ്ങളെ കൊണ്ട് പൂജിച്ച അഗസ്ത്യമുനി ആവട്ടെ, ശിവധ്യാനം ചെയ്ത് മരണത്തെ ജയിച്ച മാർക്കണ്ഡേയനും ആവട്ടെ, പക്ഷെ അവരെല്ലാം ഉയർന്ന ഭക്തന്മാരാണെങ്കിൽ പോലും അങ്ങ് കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു കാട്ടാളന് എല്ലാ മുക്തിയും കൊടുത്തില്ലേ? എന്തറിഞ്ഞിട്ടാണ് കണ്ണപ്പന് കൊടുത്തത്? ആ ഒരു നിർമ്മലമായിരിക്കുന്ന ഭക്തി. ഭഗവാൻ അത് മാത്രം മതി, ഉയർന്ന ശാസ്ത്രങ്ങളൊന്നും അറിയണമെന്നില്ല. എന്നാല് രാവണന് കൊടുത്തു, അർജുനന് കൊടുത്തു, അവരുടെയൊക്കെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ നേരിട്ട് യുദ്ധം ചെയ്തിട്ടാണ് അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. രാവണനെ നമുക്കറിയാം, രാവണന്റെ ദർപ്പത്തെ ശമിപ്പിച്ചുകൊണ്ട് അർജുനന്റെ മുമ്പിലും ഒരു യോദ്ധാവായിട്ട് വന്നതിന് ശേഷമാണ്, അദ്ദേഹത്തിന്റെ ശക്തി പരീക്ഷിച്ചതിന് ശേഷമാണ് ഒരു പാശുപതാസ്ത്രത്തെ കൊടുക്കുന്നത്. അപ്പൊ ഭഗവാൻ നേരിട്ട് യുദ്ധം നടത്തി അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്ക് ഭഗവാനോട് എന്താ പറയാ, വിഹിതം അവിഹിതം വ ക്ഷമസ്വ പരമേശ്വര കാരുണ്യമൂർത്തെ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. നമുക്ക് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല അറിയില്ല. ക്ഷമസ്വ പരമ കാരുണ്യ സിന്ധോ. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അല്ലയോ ക്ഷമിക്കൂ ഭഗവാനെ. കാരണം മനുഷ്യര് തുലവും എന്ത് ഭഗവാനോട് ചെയ്യാൻ യാതൊരു കരുത്തുമില്ലാത്തവനാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ക്ഷമ പറയാൻ മാത്രമേ മനുഷ്യന് സാധിക്കൂ. കാരണം മനുഷ്യർ എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രരാണ്. അതുകൊണ്ട് പ്രാകൃത മനുഷ്യന് ഗുണാതീതമായിരിക്കുന്ന ഭഗവാനോട് എന്തിനും മാപ്പ് അപേക്ഷിക്കാൻ മാത്രമേ സാധിക്കൂ. ഗുണം ദോഷം ഇങ്ങനെ രണ്ടുണ്ടെന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ ദോഷം. നമ്മൾ എല്ലാത്തിന്റെയും നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയും. അപ്പൊ ഈ ഗുണദോഷം എന്ന് പറയുന്നത് ഗുണദോഷങ്ങൾ രണ്ടും കാണാതിരിക്കുക, ഇതാണ് അഭികാമ്യം. ഭഗവാൻ അങ്ങനെയാണ്. ഇപ്പൊ കല്ലുകൊണ്ട് ദണ്ട് കൊണ്ടും മറ്റും പ്രഹരം എന്നത് ഭഗവാന് നമ്മൾ കണ്ടു. നമ്മൾ ഒരിക്കൽ ഹാലാസ്യ പുരാണം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അതില് ഭഗവാന് കല്ലുകൊണ്ടും ദണ്ടുകൊണ്ടും മറ്റും പ്രഹരമേക്കുന്നത് നമ്മൾ കണ്ടു. ഹാലാസ്യ പുരാണത്തില് ശിവൻ ജോലി എടുക്കുക, മണ്ണ് ചുമക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഭഗവാൻ തന്നെയാണ് പാശുപതാസ്ത്രം കൊടുക്കുന്നതിന് മുമ്പ് അർജുനന്റെ വില്ലിന്റെ അറ്റം കൊണ്ട് ഭഗവാന്റെ നെറ്റിത്തടത്തിൽ ഒരു പാടുണ്ടായി എന്നും പുരാണം പറയുന്നു. ശങ്കര ഭഗവത്പാദർ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭഗവാനോട് പറയാ, അവരൊക്കെ അങ്ങനെ കൊടുത്തില്ലേ, ഇവർക്ക് ഇങ്ങനെ കൊടുത്തില്ലേ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് അങ്ങയെ ലഭിക്കണം, അങ്ങയെ വേണം. ഇങ്ങനെ ഓരോരുത്തരുടെയും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ചോദിക്കുക ചെയ്യുന്നത്. അപ്പൊ അർജുനന്റെ വില്ലിന്റെ അറ്റം കൊണ്ടല്ലയോ ഭഗവാനെ അങ്ങയുടെ നെറ്റിത്തടത്തിൽ ഒരു പാടുണ്ടായി എന്ന് പുരാണം പറയുന്നു. അങ്ങയോട് മത്സരത്തിന് വന്നിട്ടാണ് അർജുനൻ അത് സംഭവിച്ചത് അല്ലേ? ചില ശിവലിംഗ പ്രതിഷ്ഠകളില് ഊർധ്വഭാഗത്ത് ഒരു രേഖ ഉണ്ടായിരിക്കും. അതിന് പാർത്ഥ പ്രഹരണം രേഖ എന്നാണ് അറിയപ്പെടുന്നത്. പാർത്ഥന്റെ പ്രഹരണം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു രേഖ. അപ്പൊ ഭഗവാൻ ഭക്തന് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശിരസ്സുകൊണ്ടും ഭക്തൻ പൂജ ചെയ്യുന്നുണ്ട് ഭഗവാൻ അല്ലേ? ഭക്തന് എന്താ ചെയ്യാൻ പറ്റുന്നത്? വാക്കുകൊണ്ട് സ്തുതിക്കാൻ പറ്റും, മനസ്സ് അർപ്പിക്കാൻ പറ്റും, ശിരസ്സുകൊണ്ട് നമസ്കാരം ചെയ്യാം. അപ്പൊ പരമേശ്വര പ്രസാദം എന്നത് ഭക്തിയുടെ ഫലം കൊണ്ടാണ്. ആ ഒരു പരമേശ്വരന്റെ അനുഗ്രഹം വേണമെങ്കിൽ നമ്മുടെ ഭക്തി ശുദ്ധമായിരിക്കണം. അതുകൊണ്ട് മാത്രമേ നമ്മുടെ അവിദ്യ ഒഴിഞ്ഞു പോവുകയുള്ളൂ. ഹൃദയത്തിൽ ജ്ഞാനപ്രകാശം വീണ് ഞാൻ എന്റേത് എന്ന ആ ഒരു മോഹസ്മൃതിയിലാണ് നമ്മളെല്ലാവരും. അതിനെയാണ് വ്യാജ വ്യക്തിത്വ ബോധം എന്ന് പറയുന്നത്. ഈ വ്യാജ വ്യക്തിത്വ ബോധം മാറി എല്ലാം ഈശ്വരേച്ഛയിലാണ് നടക്കുന്നതെന്ന് ഉറപ്പായി അതുമൂലം ശാശ്വതമായിരിക്കുന്ന ആനന്ദം, മുക്തിപരമായിട്ടിരിക്കുന്ന ആ ഒരു തിരുപാദങ്ങൾ മാത്രം ഇനി എനിക്ക് നിരന്തരം അത് ഭഗവത് അനുഗ്രഹത്താൽ പരിപൂർണമായി തന്ന് എനിക്ക് മുക്തി വരുത്തണേ എന്ന് നമ്മൾ ആചാര്യസ്വാമികളെ ശിവാനന്ദ ലഹരിയില് വീണ്ടും വീണ്ടും പറയുന്നു. ഈ ശിവാനന്ദ ലഹരിയിലെ സ്തോത്രങ്ങള് ഞാൻ ചൊല്ലുന്നത് കൊണ്ട് എനിക്ക് എന്താണ്
ഞാൻ ചൊല്ലുന്നു, ഇത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എന്ത് കൊടുക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്? എല്ലാം ഈശ്വരേച്ഛയിലാണ് നടക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായി. അപ്പൊ ഈ ശാശ്വതമായിട്ടുള്ള ആനന്ദം, ഈ മുക്തിപരമായിട്ടിരിക്കുന്ന നിന്റെ തിരുപാദങ്ങള്, ഇത് മാത്രമേ ഇനി എനിക്ക് ഉള്ളൂ എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ. അതുകൊണ്ട് ആ അനുഗ്രഹം കൊണ്ട് പരിപൂർണ മുക്തി എനിക്കും തരണേ എന്ന് ശങ്കരാചാര്യര് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് പറയുകയാണ്. അപ്പൊ ശ്രീ പരമേശ്വര പ്രസാദം ഏതൊരു ജീവനിൽ ഫലിക്കുന്നുവോ ആ ജീവൻ പുഴുവായാലും പക്ഷിയായാലും മനുഷ്യനായാലും ദേവനായാലും അസുരനായാലും അവന് സംസാര നിവർത്തിക്ക് ശിവജ്ഞാനം ലഭിക്കും. അവന്റെ സംസാര നിവർത്തി ഉണ്ടാകും, അവന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറയണം. അപ്പൊ എല്ലാ ആശകളും എല്ലാറ്റിന്റെയും മൂല കാരണമായിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആ ഒരു വ്യാജ വ്യക്തിത്വ ബോധം മാറിയാൽ മാത്രമേ അജ്ഞാന വൃക്ഷത്തിന്റെ വേര് വരെ എടുത്തു കളയാൻ സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഭഗവത് കഥകള് അനസ്യൂതം കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുക എന്ന ആ ഒരു പുണ്യ പ്രവൃത്തി കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും അകലുന്നു. അഹമകലും അഖില ജനത്തിന്. അപ്പൊ അതിന്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് ദുരിതങ്ങൾ ഒഴിഞ്ഞുപോയി, ദുഃഖമില്ലാതെയായി, ആ അഹംഭാവം നീങ്ങി, ഏഷണി, നുണ, പരുഷമായിട്ടുള്ള കോപ വാക്കുകൾ പറയുന്നത് ഇല്ലാതായി ശുദ്ധരായിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? പാപങ്ങൾ നീങ്ങണം. നമ്മുടെ കർമ്മവാസനകൾ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പാപങ്ങളുടെ ചെറിയ ആ ഒരു വാസന ചെപ്പിൽ നിന്ന് അതെല്ലാം ഒഴിഞ്ഞു പോണം. അതിന്റെ തുടക്കമാണ് നമ്മുടെ സമ്പൂർണമായിരിക്കുന്ന ആ എന്താ പറയുക ആശാ പരിത്യാഗത്തിന്റെ ഭാഗം. നമ്മൾ ആശകളെല്ലാം ത്യജിക്കുകയാണ്, ആവശ്യമില്ലാത്തതിലൊക്കെ മനസ്സ് വയ്ക്കുന്നു. അപ്പൊ നമുക്ക് അനിത്യമാണ് എന്ന് കണ്ട് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഭൂമി അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഭൂമി ഒരു സ്വർഗമായി തീരും. ഈശ്വരൻ ആരുടെ കൈപിടിച്ചുയർത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അയാളെ സ്വധർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഈശ്വരേച്ഛ കൊണ്ട് മാത്രമേ എല്ലാം സാധിക്കൂ. തനിക്ക് സ്വതന്ത്രമായ ശക്തി ഉണ്ടെന്ന് തോന്നുന്നത് ഈ വ്യാജ വ്യക്തിത്വ ബോധം കൊണ്ടാണ് എന്നുറച്ചാൽ, ഈ വ്യാജ വ്യക്തിത്വ ബോധത്തെ ഈഗോ എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന ഒരു അഹങ്കാരം, മമകാരം. അപ്പൊ ആ വ്യാജ വ്യക്തിത്വ ബോധം ഇല്ല, ബാക്കി എല്ലാം ഈശ്വരേച്ഛയാണെന്ന് ഉറച്ചാൽ പിന്നെ ഈശ്വരന്റെ കൈപിടിച്ചുയർത്തി മുക്തിപഥത്തിൽ എത്തിക്കുന്നത് കാത്തിരിക്കുക മാത്രമേ ഒരു സത്ഭക്തൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. അപ്പൊ സത്യമാണ് ഈ ബ്രഹ്മം, ജ്ഞാനമാണ്, അറിവാണ്, അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ഈ ബ്രഹ്മം എന്ന വാക്കനുസരിച്ച്, ഈ 3 വാക്കുകൾ അനുസരിച്ച് സത്യജ്ഞാന സ്വരൂപമായിരിക്കുന്ന പരമേശ്വരൻ. അപ്പൊ ഭഗവാൻ എന്താണ്? നിഷ്ക്രിയമാണ്, നിഷ്കളനാണ്, ശാന്തനാണ്, നിരവധ്യമാണ്, നിരഞ്ജനനാണ്. അപ്പൊ ഈ ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ യോഗികൾക്ക് വേണ്ടിയും ജ്ഞാനികൾക്ക് വേണ്ടിയും മന്ത്രജപം ചെയ്യുന്നവർക്ക് വേണ്ടിയും അവരുടെ ജപ പൂജ ധ്യാനാദികൾക്കായിട്ട് രൂപമില്ലാത്ത പരമ്പൊരുൾ രൂപം ധരിച്ചു എന്നാണ് പ്രമാണം. ശരിക്കും അദ്ദേഹത്തിന് രൂപമുണ്ടോ? ഇല്ല, അരൂപനാണ്. അങ്ങനെ തൻ്റെ സ്വലീലകൾ കൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന രൂപങ്ങളാലും ഔദാര്യങ്ങളാലും മനുഷ്യന്റെ ദിവ്യ മൂർത്തിയായ ഈശ്വരൻ വിളങ്ങുന്നു. അപ്പൊ മനസ്സിന് എപ്പോഴും സൗന്ദര്യമുള്ള വസ്തുക്കളിൽ രമിക്കാൻ അത്യാർത്തിയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് അതാണല്ലേ. നല്ല ഭംഗിയുള്ള വസ്തുക്കളിൽ മനസ്സിനൊരു എന്താ പറയാ ഒരു ആഗ്രഹം. അപ്പൊ ഭഗവാന്റെ തിരുമേനിയാകട്ടെ എന്താണ്? സൗന്ദര്യത്തിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള, മോഹിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും മോഹിപ്പിക്കുന്നതാണ് ഭഗവാൻ. തിങ്കൾ കല ചൂടിയ ജടാമകുടം, നീല നിറമുള്ള ആ തിരുനീലകണ്ഠം. നമ്മള് എന്താ പറയാ ഏകാദശി ദിവസം ഇല്ലെങ്കിൽ പ്രദോഷ സമയത്തൊക്കെ ഈ തിരുനീലകണ്ഠം എന്നുള്ള ഒരു വാക്ക് ജപിച്ച പുണ്യം എന്നാ പറയുന്നത്. കാരണം അത്രയ്ക്ക് ഭഗവാന്റെ ഭക്തന് വേണ്ടി, ഭക്ത ആർത്തിഹരനാണ്, ഭക്തന്റെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി ആ ഹലാഹല വിഷം ഉള്ളിലോട്ട്, അദ്ദേഹത്തിന്റെ ഉള്ളില് അനേക ജീവജാലങ്ങളുണ്ട്, ഇനി ജനിക്കാനിരിക്കുന്നവ, പുറത്തുള്ളവയെ നശിപ്പിക്കാതെ ആ കണ്ഠത്തിൽ തന്നെ നിർത്തി ഭക്തന്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ. അതുകൊണ്ട് ആ തിരുനീലകണ്ഠത്തെ ജപിക്കുകയാണെങ്കിൽ സർവ പാപ വിമുക്തി എന്നാ പറയുന്നത്. അപ്പൊ ഭഗവാന് ഭർഗൻ എന്നൊരു പേരുണ്ട്. ഭർഗൻ എന്നാൽ തേജസ്. ആ ഒരു നീല രത്നത്തോടു കൂടി ഇരിക്കുന്ന ഭർഗൻ ഭഗവാൻ, ആ തേജസ്വിയായിരിക്കുന്ന ഭഗവാൻ. ഭർജനം എന്ന് പറഞ്ഞാൽ ചുട്ടുപൊരിക്കൽ എന്നൊരർത്ഥമുണ്ട്. കാമദഹനം ചെയ്ത കാമാരിയായിട്ടിരിക്കുന്ന ശിവൻ, അതും ഭഗവാന്റെ പേര് തന്നെയാണ്. അങ്ങനെ തിരുനീലകണ്ഠത്തോടുകൂടി വെളുവെളുത്ത നിറം, ശുദ്ധ കർപ്പൂരം പോലെ
കർപ്പൂരഹാരം, കരണാവതാരം, സംസാരസാരം, ഭുജഗേന്ദ്രഹാരം എന്നൊക്കെ പറയില്ലേ, സദാവസന്തം ഹൃദയാരവിന്ദേ എന്നൊക്കെ പറയുന്ന ഭഗവാൻ. കർപ്പൂരത്തിന്റെ നിറം, വെളുത്ത നിറം, താമരപ്പൂവിന്റെ കാന്തിയെ വെല്ലുന്ന പാദങ്ങള്. അല്ലയോ മനസ്സേ, നീ ശ്രീ പരമേശ്വരനാകുന്ന അമൃതത്തെ പാനം ചെയ്ത് സദാ ആ ചിന്തയില് രമിക്കൂ. അപ്പൊ ശ്രീ ശങ്കരാചാര്യര് പറയണ, അല്ലയോ മനസ്സേ, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോകുന്നത്? ഈ സൗന്ദര്യത്തിലും സൗന്ദര്യമായിരിക്കുന്ന, നമ്മുടെ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്ന, സർവ ആർത്തി ഭഞ്ജനനായിരിക്കുന്ന ഈ ഭഗവാനെ കൺകുളിർക്ക് കാണൂ. അദ്ദേഹത്തിന്റെ പാദാതികേശത്തെ സങ്കല്പിക്കൂ. ആ ഒരു ചന്ദ്രകലയുള്ള ജടാമകുടം, മൂന്നാമത്തെ തൃക്കണ്ണ്, നീല നിറത്തോടു കൂടിയ ആ ഒരു കണ്ഠഭാഗം, വെളുവെളുത്ത നിറം, താമരപ്പൂവിന്റെ കാന്തിയെ വെല്ലുന്ന പാദങ്ങള്. നീ എന്തുകൊണ്ടാണ് മനസ്സേ നിനക്ക് ആ അമൃതത്തെ പാനം ചെയ്ത് സദാ ആ ചിന്തയിൽ നിനക്ക് രമിക്കാൻ പറ്റാത്തത്? മതോന്മത്തനായിട്ട് ആനന്ദത്തിൽ ആറാടി അന്യചിന്ത വരാതെ ജീവിതത്തെ ധന്യമാക്കുന്ന ആ ഒരു സ്മൃതിയിൽ നിനക്ക് അമൃതത്വത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് മനസ്സിനോട് ശങ്കരാചാര്യര് മാത്രമല്ല, നമ്മുടെ ഓരോ ഭക്തന്മാരുടെയും ലക്ഷ്യം അതാണ്. ആ മൃതമായിരിക്കുന്ന ഈ പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ നിന്ന്, മൃതത്വത്തിൽ നിന്ന് നമ്മൾ എവിടെ എത്തണം? അമൃതത്വത്തിലേക്ക്. അതാണ് ഭക്തന്റെ ലക്ഷ്യം. അപ്പൊ മനസ്സ വാച കർമ്മണ ശ്രീ പരമേശ്വര പൂജയില് ലയിച്ചിരിക്കുന്നവർക്ക് കൃതകൃത്യരാണ്. അവർക്ക് എന്താ പറയാ, സദാ ഭഗവാനെ സ്തുതിച്ചിരിക്കുന്നുവോ. ആ നാവ് തനിക്ക് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നതില് എന്റെ നാവ്, ഏതൊരു നാവാണോ സദാ ഭഗവാനെ സ്തുതിക്കുന്നത്, ഏത് കണ്ണുകളാണോ സദാ ഭഗവാന്റെ ദിവ്യ കോമള രൂപത്തെ കാണുന്നത്, ഏത് കൈകൾ കൊണ്ടാണോ സദാ ശിവപൂജയിൽ ഏർപ്പെടുന്നത്, ഏതൊരുവൻ ഭഗവാനെ സദാ സ്മരിക്കുന്നവനാണോ അവനാണ് ശരിക്കും കൃതകൃത്യൻ. അവൻ ചെയ്യേണ്ടത് ചെയ്യുന്നു. അവന്റെ എന്താണോ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം അതവൻ ചെയ്തു. അവൻ കൃതകൃത്യനാണ്. ജീവിതം സുഖിക്കുവാൻ മാത്രമല്ല, ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള ഒരു സഫലത ഉണ്ടാകുക, ഒരു കൃതാർത്ഥത. ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ കൃതകൃത്യത എന്താണ്? അതെന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഈശ്വരാരാധന ചെയ്യുക എന്നതാണ് ആ കൃതകൃത്യത. മുകുന്ദമാലയിൽ പറയുന്നുണ്ട്, ശിരസിന്റെ സാഫല്യം ഭഗവാനെ നമസ്കരിക്കുന്നത് കൊണ്ടാണ്, നാവിന്റെ സാഫല്യം ഭഗവാനെ സ്തുതിക്കലാണ്, കൈകളുടെ സാഫല്യം അർച്ചന ചെയ്യുന്നത് കൊണ്ടാണ്, ഹൃദയത്തിന്റെ സാഫല്യം ഭഗവാന്റെ ഗുണവിശേഷങ്ങള് ചിന്തിക്കുക എന്നതുകൊണ്ടാണ്. അപ്പൊ ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി ഇവയെല്ലാം തന്നെ സദാ ഈശ്വര സ്മരണയിൽ നിൽക്കുന്നവരുടെ പാപങ്ങള് നമ്മൾ അറിയാതെ അകലുന്നു. ഇതാണ് ഇതിന്റെ പ്രയോജനം. ആ ശിവസ്മരണ ചുമ്മാ അല്ല അത്. ആ ശിവനെ കൊണ്ട്, ആ മംഗള സ്വരൂപത്തെ ആര് ധ്യാനിക്കുന്നു, അവന്റെ മുൻജന്മാർജിത പാപകർമ്മങ്ങളെല്ലാം അവൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ പതുക്കെ 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 ഈ വെളിച്ചം വരുമ്പോ ഇരുട്ട് പോകുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് പാപങ്ങള് അകന്നു പോകുന്നു. ദുഷിച്ച രോഗങ്ങള്, ശരീരത്തിനുള്ള രോഗങ്ങള്. ഇപ്പൊ വൈദ്യനെ സമീപിക്കുമ്പോ എങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത്? ആ മരുന്ന് കഴിച്ചിട്ട് ശരീരത്തിലെ രോഗങ്ങൾ നീങ്ങുന്ന പോലെ ഒരു മേരുമലയിലെ ഉയരത്തില് കൂട്ടിയിട്ടിരിക്കുന്ന, മേരുമല പോലെ ഉയരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന പാപകർമ്മങ്ങൾ പോലും ശ്രീ പരമേശ്വരന്റെ ഭജനത്തില് ഇല്ലാതായി തീരും. ഇതറിഞ്ഞവരാണ് കൃതകൃത്യർ. ഇവര് ബുദ്ധിയുള്ളവരാണ്. കാരണം എന്താ? ഇവരിത് ഇപ്പോഴെങ്കിലും അറിഞ്ഞു. എത്രയോ ജന്മം അറിയാതെ പോയി. ഇപ്പൊ അവർക്ക് അറിയാനുള്ള ഒരു അനുഗ്രഹം. ഇത് അറിയണമെങ്കിലും അനുഗ്രഹം വേണം. ചുമ്മാ ഇരുന്നാൽ കിട്ടില്ല. ഇതൊക്കെ ഈശ്വരാനുഗ്രഹം, ഈശ്വര കൃപ കൊണ്ട് മാത്രമേ ഭഗവാനെ കുറിച്ച് ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഈ ശ്രീപരമേശ്വര ഭജനത്തില് ആ പാപകർമ്മങ്ങളെല്ലാം ഇല്ലാതായിട്ട് തീർന്ന് അവര് കൃതകൃത്യരായിട്ട്, അവര് ബുദ്ധിയുള്ളവരായിട്ട് എന്ത് ചെയ്യും? ഹൃദയാർപ്പണം ചെയ്യും ഭഗവാന്. ഹൃദയാർപ്പണമാണ് ഭഗവാൻ ഭക്തനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉയർന്ന അർച്ചന. അപ്പൊ ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു മഹാഭാഗ്യമാണ്. ഈ ശിവഭജനം, ഈ ശിവയെ, ദേവിയെ, ശിവനെ എങ്ങനെ ഭജിക്കണം, എന്നിട്ട് വേണം നമ്മുടെ ഹൃദയമാകുന്ന പുഷ്പം ഭഗവാൻ അർച്ചിക്കാൻ. അപ്പൊ ശമം, ദമം, ഉപരതി, തിദിക്ഷ, മുമുക്ഷുത്വം നമുക്കെല്ലാം അറിയാം. ശ്രദ്ധ, സമാധാനം, ഇങ്ങനെ ഗുണസമ്പത്തി സാധകന് വേണം. അപ്പോ അധർമ്മത്തിൽ നിന്ന് മാറി ധർമാചരണം പാലിക്കുന്നതാണ് ഈ 6 കാര്യങ്ങള്. ഇതിനെയാണ് നമ്മൾ ഷഡ്ഗുണ സമ്പത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ശമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഭഗവാനെ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ.
അപ്പൊ ആ ഗുണസമ്പത്തിയില് അധർമ്മത്തിൽ നിന്ന് മാറി നിന്ന് ധർമാചരണം പാലിക്കുന്നതാണ് ശമം. അപ്പൊ ഇന്ദ്രിയങ്ങളെ വഴിതെറ്റാതെ ആ തെറ്റിയ വഴിയിൽ നിന്ന് പിൻവലിച്ച് നല്ല വഴിയിൽ കൊണ്ടുവരുന്നത് ദമം. ഇപ്പൊ എല്ലാ കാലങ്ങളിലും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഉപരതി. ജീവിതത്തിൽ എന്തൊക്കെ സുഖദുഃഖങ്ങൾ ലാഭനഷ്ടങ്ങൾ വന്നാലും സദാ മുക്തി സാധനയ്ക്കുള്ള ആഗ്രഹമാണ് തിതിക്ഷ. അപ്പൊ ഇനി ആധ്യാത്മിക ശാസ്ത്രങ്ങള് അത് അറിഞ്ഞ മഹത്തുക്കളുടെ വാക്കുകളിലുള്ള ശ്രദ്ധ, ഇതാണ് മുമുക്ഷുത്വം. അപ്പൊ ശ്രദ്ധ തുടങ്ങിയവ മനസ്സിന്റെ ഏകാഗ്രതയാണ് സമാധാനം. അപ്പൊ നമ്മൾ എപ്പോഴാണോ എല്ലാം ശ്രദ്ധയോടുകൂടി കേൾക്കാൻ മുമുക്ഷുത്വം വരുമ്പോ ശ്രദ്ധ വരും. നമുക്കതിൽ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ ആ ശ്രദ്ധ വരുമ്പോ എന്ത് കിട്ടും? ഏകാഗ്രതയായിരിക്കുന്ന മനസ്സിന് സമാധാനം കിട്ടും. അങ്ങനെ ഈ ഷഡ്ഗുണ സമ്പത്തെ കൈവരിച്ചതിന് ശേഷം മാത്രമേ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇതിന് തുടക്കം ഭക്തിമാർഗത്തിലൂടെ തന്നെ വേണം. എന്നാലേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇതിന് തുടക്കം ഭക്തിമാർഗം എന്ന് പറയാൻ കാരണം എന്താ? ഈ ഗുണങ്ങളെല്ലാം മനസ്സിൻ്റെതാണ്. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഗുണങ്ങളെല്ലാം മനസ്സിൻ്റെതായതുകൊണ്ട് ഗുണസമ്പന്നമായിരിക്കുന്ന മനസ്സിനെ വേണം ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ, അപ്പൊ ആ പാദപത്മങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ. അല്ലാതെ ആദ്യം മനസ്സിനെ ശുദ്ധമാക്കുന്നത്. മനസ്സ് കളഞ്ഞിട്ട് നമുക്ക് വേറെ ചിന്തിക്കാൻ മനസ്സ് വേണമല്ലോ. അപ്പൊ മനസ്സിലുണ്ടായിരുന്ന ആ ഷഡ് ഊർമികളെ നല്ല സദ്ഗുണ സമ്പത്ത് നിറച്ചതിന് ശേഷം മാത്രമേ ഈ ഭഗവാന്റെ പാദത്തില് നമുക്ക് അർപ്പിക്കാൻ സാധ്യമാകൂ. ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം ഉള്ളിൽ നിറയുന്ന സമയത്താണ് എനിക്ക് പ്രശാന്തമായിരിക്കാനും പ്രസന്നതയും ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഭക്തനായിരിക്കുന്ന എൻ്റെ ഉള്ളില് ശിവഭക്തി കൊണ്ട് എന്താണ്? എനിക്ക് പ്രശാന്തമായിരിക്കുന്ന ഒരു ശാന്തമായിരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഉപാസനയുടെ സിദ്ധിയും പരമമായിട്ടുള്ള ലക്ഷ്യവും ഇത് തന്നെയാണ്. എന്ത്? ആ പ്രശാന്തി. നമ്മുടെ ഉള്ളിലുള്ള വിശ്രാന്തി സ്ഥാനത്തെ അറിയുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തമായ മനസ്സ്, നിർഗുണപരമായിട്ടുള്ള ബ്രഹ്മ സായുജ്യം. നമുക്കറിയാം മനസ്സ് തന്നെയാണ് എല്ലാത്തിനും കാരണം. മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ. അപ്പൊ ഞാന് എന്ന ഭാവം അത് വിടാതെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ്. എത്രയൊക്കെ ഈശ്വര വചനത്തിൽ ഇരുന്നാലും ഇടയ്ക്കെങ്കിലും മനസ്സിൽ ഞാൻ എന്നുള്ള ഒരു ചിന്ത വന്ന് നിറയും. അപ്പൊ സംസാരത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ എന്നുള്ള ആ ചിന്തയാണ്. അപ്പൊ മനസ്സ് ശാന്തമാക്കണമെങ്കിൽ എല്ലാം പ്രശാന്ത സുന്ദരമായിരിക്കും. അപ്പൊ മനസ്സ് അസ്വസ്ഥമാണെങ്കിലോ ചുറ്റുമുള്ളതെല്ലാം അസ്വസ്ഥതയ്ക്ക് കാരണമാകും. അപ്പൊ കാരണം മനസ്സൊരു കണ്ണാടിയാണ്. അതിലെ അഴുക്ക് നിറയുക, അതിലെ പല വർണ്ണങ്ങൾ പിടിക്കുക, പല വർണ്ണത്തിലൂടെ നമ്മൾ പ്രപഞ്ചത്തെ കാണുക, മനുഷ്യരെ കാണുക. നമ്മൾ ചിന്തിക്കുന്നത് ആയിരിക്കില്ല അവർ ചിന്തിക്കുക. അപ്പൊ നമ്മുടെ മനസ്സ് തന്നെയാണ് ഈ പ്രക്ഷുബ്ധമായിട്ട് നമുക്ക് അശാന്തിയെ തരുന്നത്. അപ്പൊ മനസ്സ് സ്വസ്ഥമാകണമെങ്കിൽ എന്ത് വേണം? ചേതസ് ശീതളമായി ഭവിച്ചിടുകിൽ ശീതളമായി ഭവിച്ചിടും ഭുവനവും ഉൾത്താര് കത്തി എഴിയിങ്കൽ കാട്ടുതീ കത്തി ദഹിപ്പിച്ചിടും ജഗദാഹോ. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ ചേതസ് ശീതളമാണെങ്കിൽ നമ്മുടെ ഈ ലോകവും നമുക്ക് ശീതളമായിട്ട് തോന്നും. അല്ല, ഉൾത്താര് കത്തി എരിയുകയാണെങ്കിലോ ആ കാട്ടുതീ, നമ്മുടെ കാട്, ഉള്ളിലെ കാട് കത്തുന്ന തീ കൊണ്ട് കത്തി ദഹിപ്പായിടും ജഗത്ത്. നമ്മളെ ബാക്കിയുള്ളതിനെല്ലാം ദേഷ്യത്തോടും വൈരാഗ്യത്തോടും വിദ്വേഷത്തോടും കാണാം. എല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അനുസരിച്ചാണ് അവിടെ പുറത്തേക്ക് അത് പ്രകടിപ്പിക്കുന്നത്. ബാക്കിയുള്ളവർ എന്ത് പ്രകടിപ്പിച്ചോട്ടെ, ശാന്തമായ ഒരു മനസ്സോടുകൂടി ഇരിക്കണമെങ്കിൽ ബുദ്ധ ഭഗവാൻ നമുക്കറിയാം, അദ്ദേഹത്തെ കുറിച്ച് കുറെ വാക്കുകൾ ചീത്തയായിട്ട് എഴുതി ശിഷ്യന്മാരിൽ ചിലരിയ്ക്കുമ്പോ തന്നെ അദ്ദേഹത്തെ എതിർത്ത കുറച്ച് പേര് അദ്ദേഹത്തിന്റെ പുറത്തോട്ട് വലിച്ചെറിയാണ് പേപ്പറിൽ. അതാണ്, കള്ളനാണ്, മറ്റതാണ്, മറിച്ചാണ്. ഒന്നും അദ്ദേഹം മിണ്ടാതെ സമാധി അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ശിഷ്യന്മാർക്ക് വളരെ വിഷമം തോന്നി. ഭഗവാന്റെ പുറത്തോട്ട് ഇങ്ങനെ എറിയുന്നല്ലോ, ഇവര് മനുഷ്യരാണോ? ഇത്രയും ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭഗവാന് വേണ്ടി ഇങ്ങനെ ചെയ്തല്ലോ. അപ്പൊ ചിലരെപ്പോഴും ഇങ്ങനെ കാണും. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ശിഷ്യരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? അവരെറിഞ്ഞത് ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഞാൻ സ്വീകരിച്ചാലല്ലേ എൻ്റെ മനസ്സിനെ അത് ബാധിക്കുള്ളൂ. അതുപോലെയാണ് ഇവിടെ നമ്മൾ ഈ ആളുകൾ എന്ത് പറയുന്നത് നമ്മൾ സ്വീകരിക്കാനിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ കാട്ടുതീ ഉണ്ടാവുന്നത്. നമുക്ക് ഉള്ളില് ഈ പറയുന്ന ചേതസ് കത്തി എരിയാൻ തുടങ്ങുന്നത്. ഇതൊന്നും സ്വീകരിക്കാതെ ശാന്തമായിട്ട് ആ ശിവഭക്തിയില് ആ ഭഗവാന്റെ പാദപത്മങ്ങളെ ഉള്ളില് വെച്ച് മനസ്സിനെ സദാ ഈശ്വര ചിന്തയിൽ നിർത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. പക്ഷെ അങ്ങനെ നിർത്തിയാലോ
മനസ്സ് ശാന്തമാകും. ശീതളിമയുള്ള ഒരു കുളിർകാറ്റ് എപ്പോഴും ഉള്ളിലിരിക്കും. ആരൊക്കെ എന്തൊക്കെ വിദ്വേഷവും നമുക്കെതിരെ എന്തൊക്കെ ചെയ്യട്ടെ, പക്ഷെ ശാന്തമായിട്ടിരിക്കും. ഇതൊന്നും നമ്മൾ സ്വീകരിച്ചില്ല. അതെല്ലാം സ്വീകരിച്ചില്ലെങ്കിൽ അത് ആർക്ക് പോകും? തരുന്നവർക്ക് തിരിച്ചു പോകും. നമുക്ക് തരുന്ന സമ്മാനം നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് തരുന്ന ആൾക്ക് തന്നെ തിരിച്ചു പോകും. അതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ്, ഒരു ഭക്തന്റെ മനസ്സ്. ഇത് ലൗകിക ജീവിതത്തിലെ വളരെ പ്രയാസമാണെന്ന് പറയണു. ഇപ്പൊ ജീവിതം മുഴുവനും മതം പിടിച്ച ആനയെ പോലെ അതിനെ അലയുവാൻ വിട്ടാല്, അയ്യപ്പ ദീക്ഷിതര് തന്റെ ആത്മസമർപ്പണം എന്നുള്ള കൃതിയിൽ പറയുന്നുണ്ട്, ആ ഒരു പ്രാണോ ക്രാന്തി, ഏറ്റവും ഒടുവിലത്തെ പ്രാണൻ കുറേശ്ശെയായിട്ട് പുറത്തേക്ക് കടക്കുന്ന തന്നെയാണ് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് ജീവിക്കുക മാത്രമല്ല, മരണം എന്ന് പറയുന്ന അവസാന ദിവസവും നമുക്ക് വന്നു ചേരും. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എങ്ങനെ വന്നു ചേർന്നോ അതുപോലെ തിരിച്ചു പോകാൻ ഒരു ദിവസം വരും. അപ്പോഴോ ആ പ്രാണൻ ഈ ശരീരത്തിൽ നിന്ന് ഉത്ക്രമിക്കുക, വെളിയിലേക്ക് പോവുക എന്നുള്ളൊരു ഘട്ടം വരും. അപ്പൊ ഏറ്റവും ഒടുവിലത്തെ പ്രാണൻ കുറേശ്ശെയായിട്ട് പുറത്തേക്ക് കടക്കുന്ന കാരണം വഴുതി വീഴുന്ന പോലെ തോന്നും മനുഷ്യന്. ആ മരണസമയം എന്ന് പറയുന്ന കാലാണ്. ആ സന്ധി ബന്ധങ്ങളൊക്കെ അയയും. ചുറ്റിലും നിൽക്കുന്ന ഭാര്യ, ബന്ധുജനങ്ങള്, പുത്രപൗത്രാദികളൊക്കെ ആ ഒരു പ്രേമാവേശം കൊണ്ട് അലറിക്കരയും. അയ്യോ, എൻ്റെ അച്ഛൻ മരിച്ചേ, അമ്മ മരിച്ചേ, ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞ് മൃത്യു അടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന സൂചന മരണത്തിലുള്ള ആളിനുണ്ടാവും. അപ്പോ എന്ത് ചെയ്യും? അസഹനീയമായിട്ടുള്ള വേദനയില് എൻ്റെ മനസ്സ് പിടയും. എന്തിനു വേണ്ടിയിട്ട്? പരിതപിക്കും. കാരണം ഞാൻ എൻ്റെ മനോബുദ്ധികളെ അങ്ങേക്ക് എങ്ങനെ അർപ്പിക്കും? എനിക്കറിയില്ല ഭഗവാനെ. കാരണം മരണസമയത്തല്ല നമ്മൾ ഭഗവാനെ ഓർക്കേണ്ടതെന്ന് അർത്ഥം. കാരണം ഇങ്ങനെ കിടന്ന് ഈ ഒരു വല്ലാത്ത ഘട്ടം ഒന്നും ചെയ്യാൻ പറ്റില്ല. അശാന്തമായിരിക്കുന്ന മനസ്സ് ഇത്രയും കാലം കുടികൊണ്ട ശരീരം എന്റേതല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് എന്താ പറയാ, നിഷ്കാസിതനാവുകയാണ്, പുറന്തള്ളപ്പെടുകയാണ്, ജീവൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ ശരീരമെല്ലാം തന്നെ, ഞാൻ ഇതുവരെ അഭിമാനിച്ചിരുന്ന വീട് വെറും എന്താ പറയാ, അഗ്നിക്കിരയാകാൻ പോകുന്ന ഒരു ചില്ലുകൊട്ടാരം ഉടഞ്ഞു വീഴും പോലെ നമ്മുടെ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ എന്താ പറയാ, നിരാശനായിട്ട് മരണത്തെ അതിക്രമിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, ബന്ധുജനങ്ങളെല്ലാം എന്നെ ഇപ്പോ ഉപേക്ഷിക്കുമല്ലോ, എൻ്റെ മരണത്തിന്റെ സൂചന ആ മണിയടി ഒച്ച നമ്മൾ കേൾക്കുകയാണ്. ആ ധർമ്മരാജാവിന്റെ അടുത്തേക്ക് അദ്ദേഹം നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ വേദനയില് ഞാൻ ഇതുവരെ ഇത്രയും കാലം എൻ്റെ മനസ്സ് ആർക്കാണോ കൊടുക്കേണ്ടത്, ഞാനിപ്പോ പോവേണ്ട ഒരു ഉണ്ട്, അവിടെയുള്ള ആളിനെ ഞാൻ ഇതുവരെ ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്ത് പരിതപിക്കും. എങ്ങനെയാണ് ഞാൻ എൻ്റെ മനോബുദ്ധികൾ ആ സമയത്ത് അങ്ങേക്ക് അർപ്പിക്കുന്നു ചോദിക്കുകയാണ്. ഇത് വളരെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വളരെ നല്ല അർത്ഥവത്തായിട്ടുള്ള എന്താ പറയാ, ഒരു പ്രാണാത്മ സമർപ്പണം എന്നുള്ള അർപ്പണം എന്നുള്ള ഒരു കൃതിയിൽ പറയുന്നുണ്ട്. ഇതിൽ കുറേ വരികളുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ജീവിതത്തിന്റെ ആ വ്യർത്ഥമായിട്ടുള്ള നമ്മള് ചിന്തിച്ചു വെച്ചിരിക്കുന്ന ജീവിതവും അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു തലവും നമുക്ക് അയ്യപ്പ ദീക്ഷിതരാണ്. അപ്പൊ ഈ ഒരു ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ജീവിതം. ഒന്നുമില്ല. അപ്പോ മനോബുദ്ധികളെ എന്ത് വേണം? അങ്ങേക്ക് അർപ്പിക്കാമായിരുന്നു. ഞാൻ നല്ല ആരോഗ്യത്തോടുകൂടി പൂർണ്ണ ഓർമ്മയോടുകൂടിയൊക്കെ ഇരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ എന്താ, എനിക്ക് അന്ന് ഞാൻ ചെയ്തില്ല, അതെനിക്ക് അറിയില്ലായിരുന്നു ഭഗവാനെ. അതുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റരുത്. ഇപ്പോ തന്നെ ഈ മതം പിടിച്ചോടുന്ന മതയാനയായിരിക്കുന്ന എൻ്റെ മനസ്സിനെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ മരണാനന്തരമുള്ള ഒന്നിനെ കുറിച്ചും ഓർക്കാത്ത ഈ മനസ്സിനെ ഇപ്പോ ഈ നിമിഷം ആ പാദപത്മങ്ങളിൽ ഞാൻ അർപ്പിക്കട്ടെ. ഇനി അതിന് താമസം വരാൻ പാടില്ല. കാരണം മരണം അടുത്ത നിമിഷമാകാം, 5 ദിവസം കഴിഞ്ഞാകാം, അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ പാദപത്മങ്ങളിൽ എൻ്റെ മനസ്സിനെ അർപ്പിക്കട്ടെ. പാർവതി പ്രിയനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, സർവാഭരണ വിഭൂഷിതയായി വരനെ പ്രാപിക്കാനായിട്ട് കതിർമണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സുന്ദരിയായവളും സരസമായ ലാവണ്യ പദവിന്യാസത്തോടു കൂടിയതും ചാരിത്ര്യാദി സദ്ഗുണ സമ്പത്തോടു കൂടിയവളും നല്ല നിറമുള്ളവളും നല്ലവരായ ജനങ്ങളാൽ പുകഴ്ത്തുന്നവരും ഗുണവതിയും നല്ല വരന് യോജിച്ചവളും സാമുദ്രിക ലക്ഷണത്തിൽ ഉത്തമ ലക്ഷണത്തോടു കൂടിയവളും അതീവ വിനീതയും പ്രൗഢയും കല്യാണിയുമായ മംഗളസ്വരൂപിണിയായ കരുണാസ്വരൂപിണിയായ ആ മംഗള ചണ്ഡികയായ ശ്രീ പരമേശ്വരിയുടെ അർത്ഥശരീരനായിരിക്കുന്ന ആ പരമേശ്വരനായിട്ടുള്ള ഭഗവാൻ ഓജസ് പ്രസാദ ഗുണം തികഞ്ഞ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണേ. ഇത് വെറും ഒരു പശുബുദ്ധിയായ എൻ്റെ ഒരു
എന്താ പറയാ, ഒരു ജൽപ്പനമായിട്ട് എടുത്ത് ഞാനിതാ അങ്ങയുടെ പാദങ്ങളിൽ വയ്ക്കുകയാണ് എൻ്റെ ഈ പ്രാർത്ഥന. അങ്ങ് പശുബുദ്ധിയായിരിക്കുന്ന എനിക്ക് അനുഗ്രഹ വർഷം ചെയ്യട്ടെ. അങ്ങ് എപ്പോഴാണ് പാർവതി സമേതനായിട്ട് എനിക്ക് ദർശനം തരുന്നത്? നോക്കൂ, പെട്ടെന്ന് ശിവനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ശങ്കരാചാര്യരെ പെട്ടെന്ന് പാർവതി ദേവിയിലോട്ട് വരികയാണ്. കാരണം എന്താ? അത് പറയുന്നുണ്ട്, അങ്ങ് പാർവതി സമേതനല്ലാതെ ഒരിക്കലും അങ്ങയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പാർവതി ദേവിയെ എത്രത്തോളം പുകഴ്ത്തുന്നോ അത്രത്തോളം അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്ന് കണ്ട് പാർവതി പ്രിയനായ ഭഗവാനെ എന്നാ വിളിക്കുന്നത്. അപ്പൊ സർവാഭരണ വിഭൂഷിതയായിട്ട് എന്ന് പറയുന്ന ദേവിയെ പല രീതിയില് ലാവണ്യത്തോടുകൂടി, ചാരിത്ര്യാദി സദ്ഗുണത്തോടുകൂടി, നിറമുള്ളവള്, ഇങ്ങനെയൊക്കെ സ്വന്തം അമ്മയെ വിളിക്കുന്ന പോലെ അത്രയും ശക്തി രൂപമായിട്ടിരിക്കുന്ന അനേകം കൃതികൾ എഴുതിയ ആളാണ് ശങ്കരാചാര്യര്. എന്നിട്ട് ശിവന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു അഭിനയം. എന്തിനാണത്? ഞാൻ വെറും പശുബുദ്ധിയാണ്, എനിക്ക് അനുഗ്രഹം തരണം. അങ്ങേ ഒരിക്കലും ഞാനീ പറഞ്ഞതെല്ലാം അമ്മയും കൂടെ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങ് പാർവതി സമേതനാണ്, അതെനിക്കറിയാം. പക്ഷെ എനിക്ക് എപ്പോഴാണ് എനിക്ക് ദർശനം തരുന്നത്? ഹരി ബ്രഹ്മാദികൾ പോലും ഹംസ വരാഹ രൂപമെടുത്ത് സഞ്ചരിച്ചിട്ടും കാണാൻ പറ്റുന്ന ആ ആദി അന്തരഹിതനായിരിക്കുന്ന അങ്ങയെ എനിക്ക് എങ്ങനെ കാണാൻ സാധിക്കും എന്നാണ് ശങ്കരാചാര്യർ ചോദിക്കുന്നത്. ഇപ്പോ ദേവിയുടെ അനുഗ്രഹം കൂടെ ചോദിക്കുകയാണ്. ആ ദേവിയിലൂടെ അമ്മ പറഞ്ഞ അച്ഛനെ എനിക്ക് കാണാൻ പറ്റണം, രണ്ടുപേരെയും എനിക്ക് കാണാൻ പറ്റണം. ആ ഭഗവാന്റെ ആ അർദ്ധനാരീശ്വര സങ്കല്പത്തോട് അർദ്ധനാരീശ്വരനായിരിക്കുന്ന ആ ഒരു മംഗള ചണ്ഡികയായിരിക്കുന്ന ആ മഹേശ്വരിയോടുകൂടി ഇരിക്കുന്ന ഭഗവാന്റെ ദിവ്യ ദർശനം, അതൊരു യോഗമാണ്. ആ യോഗം എനിക്ക് എപ്പോ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇത് പറയുന്ന ആരാണ്? പരമഹംസ പരിവ്രാജകാചാര്യനും നിർഗുണ ഉപാസക ശ്രേഷ്ഠനും അദ്വൈത ബ്രഹ്മജ്ഞാനിയും ജഗദ്ഗുരുവുമായിരിക്കുന്ന ശങ്കര ഭഗവത്പാദരാണ് നമ്മളെ പോലെയുള്ളവരുടെ ബോധമണ്ഡലത്തെ ഉണർത്താന് ആ ഉയർന്ന ഒരു ശിവ ആനന്ദ ലഹരിയെ പോലെയുള്ള ഈ ഒരു സ്തോത്രങ്ങൾ എഴുതിയിരിക്കണമെന്ന് നമ്മൾ ഓർക്കണം. കാരണം അദ്ദേഹം ശിവനെ നേരിട്ട് കൈലാസത്ത് പോയി സൗന്ദര്യ ലഹരിയിലെ ആ ഒരു ശ്ലോകങ്ങള് ദേവി തൃക്കൈ കൊണ്ട് കൊടുത്തു എന്നാ പറയുന്നത്. അത്രയ്ക്ക് ഉയർന്ന ഉപാസകനാണ് ഈ ശങ്കരാചാര്യര്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതുന്നു? നമ്മളെ പോലെയുള്ളവർക്ക്, നമുക്ക് ആ ഭക്തി ഉണ്ടാകാൻ, ഭഗവാനോട് പ്രേമം ഉണ്ടാവാൻ, സ്നേഹം ഉണ്ടാവാൻ, ആ ദേവിയെയും ശിവന്റെയും പാദപത്മങ്ങളിൽ നമ്മുടെ മനസ്സ് അവിടെ കൊണ്ട് എത്തിക്കാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അദ്ദേഹം നിർഗുണോപാസകനാണ്, അദ്വൈത ബ്രഹ്മജ്ഞാനിയാണ്. ഇപ്പം ശങ്കര ഭഗവത്പാദര് ഇങ്ങനെയുള്ള ശിവാനന്ദ ലഹരി പോലെയുള്ള സ്തോത്രങ്ങൾ എഴുതുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഉചിതമായ സഗുണോപാസന പറ്റില്ല. നമുക്ക് ഉചിതമായത് സഗുണോപാസനയാണ്. നിർഗുണോപാസനയിലോട്ട് എത്താൻ നമുക്ക് ഉടനെ പറ്റില്ല. ആ ഒരു സഗുണമായിരിക്കുന്ന ബ്രഹ്മോപാസനയിലൂടെ മാത്രമേ നിർഗുണ ബ്രഹ്മത്തിലോട്ട് എത്തിച്ചേർക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സങ്കല്പ രൂപത്തില് ഭഗവാന്റെ നിറങ്ങള് കാളകണ്ഠ ആ ഒരു കാളകണ്ഠനായിരിക്കുന്ന ഭഗവാനെ, അദ്ദേഹത്തിന്റെ ബാഹ്യ രൂപമൊക്കെ ഇത്രയും വർണ്ണിക്കാൻ കാരണം ആ നമുക്ക് സഗുണ ഭക്തിയിലൂടെ മാത്രമേ നിർഗുണ ഭക്തിയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോ ആ ഒരു സഗുണോപാസന, അതിലൂടെ നമ്മുടെ ഭക്തി എന്താണ്? കർമ്മയോഗത്തിലൂടെ മാത്രമേ നമുക്ക് നിർഗുണോപാസനയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിർഗുണമായിട്ടും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതുമായി ഇരിക്കുന്ന ആ പരമ്പൊരുളിന്റെ വിഷയത്തില് അജ്ഞാനിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അവർക്ക് ഒരു പ്രകാശത്തെ കണ്ട് ധ്യാനിക്കൂ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ മനസ്സ് അവിടെ നിൽക്കില്ല. ആ ചിത്തത്തിന് പക്വത കൈവരിക്കാത്ത ഒരു ഈശ്വരനെ, ആ മംഗളമൂർത്തങ്ങളെ തീർച്ചയായും ഉപാസിക്കേണ്ടതാണ്. കാരണം അത് ഗൗണഭക്തിയല്ല, അവർക്ക് ആലംബമായിട്ടൊരു രൂപം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, ഈ പറയുന്ന രൂപങ്ങൾക്ക് തീർത്ഥസ്ഥലങ്ങളിൽ അദ്ദേഹത്തെ സങ്കല്പിച്ചതിന്, രൂപമില്ലാത്തത് രൂപം കൊടുത്തതിന്, സ്തോത്രം കൊണ്ട് സ്തുതിക്കാൻ പറ്റാത്ത ആ പരമമായിട്ടുള്ള ചൈതന്യത്തിനെ സ്തുതിച്ചതിന് 3 പാപങ്ങൾക്ക് ക്ഷമാപണവും പറയുന്നുണ്ട് ശങ്കരാചാര്യര്. പക്ഷേ നമ്മളെ ഈ പറയുന്ന പടിപ്പടിയായിട്ടുള്ള നമ്മുടെ ഉപാസനാ മാർഗത്തില് ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ സഗുണോപാസന വേണം. അല്ലാതെ ഡയറക്റ്റ് നിർഗുണോപാസനയിൽ പറ്റില്ല. കാരണം ഇന്ദ്രിയങ്ങളെ എല്ലാം സൂക്ഷ്മത്തില് ആ ഒരു ശ്രദ്ധയോടുകൂടി നിർത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭഗവാന്റെ പാദാദി കേശാദി പാദങ്ങളൊക്കെ നമ്മൾ കാണണം, ദേവിയെയും കാണണം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പരമ്പൊരുളിന്റെ ആ തലത്തിൽ എത്താൻ പറ്റില്ല. അപ്പൊ ചിത്തത്തിന് പക്വത കൈവരിച്ച ഒരാള്
ആ മംഗളമൂർത്തികളെ തീർച്ചയായിട്ടും എങ്ങനെ കാണണം? നമുക്ക് ആ ഒരു നിർഗുണ ബ്രഹ്മമായിട്ട് ഉപാസിക്കാം. പക്ഷെ അത് തങ്ങൾക്ക് ആത്മജ്ഞാനം കഴിഞ്ഞിട്ട് മാത്രമേ അതിന് സാധ്യമാവുള്ളൂ. അപ്പോ തങ്ങൾക്ക് ആത്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞു എന്ന് ഭ്രമിക്കുന്ന ചില മന്ദബുദ്ധികളായിട്ടുള്ള വൃദ്ധ അഭിമാനികൾ ഈശ്വരന്റെ മൂർത്തങ്ങൾ ഉപേക്ഷിക്കുന്നു. അത് ഉപാസകരുടെ തുടക്കത്തിലുള്ള ബുദ്ധിശൂന്യതയാണ്. തുടക്കത്തില് സഗുണോപാസന ചെയ്യാം. ആത്മജ്ഞാനം ലഭിച്ചവർക്ക് പോലും പരമേശ്വര നാമം വെറുതെ കേട്ടാൽ മതി, രോമഹർഷം ഉണ്ടാകുന്നു. അപ്പൊ ഈ ശിവപ്രസാദം എന്ന് പറയുന്നത്, ശിവപ്രസാദം കൂടാതെ ഇഹത്തിന് വേണ്ട ഭുക്തിയും പരത്തിന് വേണ്ട മുക്തിയും നമുക്ക് കിട്ടില്ല. അപ്പൊ രണ്ട് ഗുണങ്ങളാണ്, ഇഹത്തില് ഭുക്തി, പരത്തിന് മുക്തി. അപ്പൊ രണ്ടും സർവവും ശിവപ്രസാദം കൊണ്ട് മാത്രമേ നേടാൻ പറ്റുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോ ആ ഒരു ശൂര സംഹിത നമ്മുടെ ഹൈന്ദവ സങ്കല്പത്തിന്റെ പ്രത്യേകതയാണ് ഇഷ്ടദേവതാ സങ്കല്പം. ആചാര്യസ്വാമികളുടെ ഇഷ്ടദേവത ശ്രീ പരമേശ്വരനാണ്. എല്ലാവരെക്കാളും ഉയർന്ന ഭഗവാന്റെ മൂല്യം സ്തുതിച്ചോ ഭജിച്ചോ തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്തോത്രങ്ങളും നാമങ്ങളും ഒന്നും അദ്ദേഹത്തെ എന്താ പറയാ പരിമിതപ്പെടുത്താൻ പറ്റില്ല. വാക്കിൽ ഒതുങ്ങാത്തതാണ് ആ വൈഭവം. ബ്രഹ്മാദികൾ പോലും ഈ ശിവശക്തികളോട് ചേർന്ന് നിന്നാൽ മാത്രമേ കേമന്മാരാവൂ. നമുക്കറിയാം ആ പഞ്ച പ്രേതങ്ങള് അവര് ഈ ഭഗവാന്റെ ശക്തി ആ ശിവയിലൂടെ വന്നതിന് ശേഷം മാത്രമാണ് സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങൾക്കുള്ള ശക്തി കിട്ടുന്നത്. അവര് വേർപെട്ടാലോ നെല്ലിൽ നിന്ന് അകന്ന ഉമി പോലെ, നെല്ലിനകത്ത് ഉമി പോയി കഴിഞ്ഞാൽ ഉമിക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഈ വേർപെട്ട് നിന്ന് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അവര് വെറും പ്രേത സമന്മാരാണ്. അതുകൊണ്ട് മുക്തി പ്രദാനം ചെയ്യുന്ന ഈ ജഗത് മാതാപിതാക്കളായിരിക്കുന്ന ശിവശക്തികളെ നമ്മൾ സദാ മനസ്സിൽ കൊണ്ടു നടക്കണം. ഈശ്വരനിലെ ആ പരമ പ്രേമ ഭക്തി വിശ്വാസത്തോടു കൂടി ശരണാഗതി പ്രാപിച്ചാല് അതിന്റെ അനിവാര്യത അതാണ് എല്ലാ സ്തോത്രങ്ങളുടെയും സന്ദേശം. അതുപോലെ തന്നെ ഈ ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന എന്താ പറയുക ഉത്തിഷ്ടമായിരിക്കുന്ന ശങ്കരാചാര്യരെ പോലെ ഒരു മഹാജ്ഞാനി എഴുതിയ ഈ സ്തോത്രം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? സർവ പാപ വിമുക്തകരമാണ് ശിവനാമം. ആ ശിവനെയും ശക്തിയെയും പൂജിക്കുന്നവർക്ക് ഈ ജന്മത്തില് ഈ ഇഹത്തില് അവർക്ക് വേണ്ട എല്ലാ മുക്തി പ്രദായിനിയാണ്. അത് കഴിഞ്ഞ് അവസാനം എന്താ? അവർക്ക് മുക്തിക്കുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവര് കൊടുക്കും. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില്. നമ്മുടെ ജീവിതം നോക്കുകയാണെങ്കിൽ എല്ലാ വിധത്തിലും നോക്കിയാലും എന്താ ദുഃഖപൂരിതമാണ് ഈ സംസാര ജീവിതം, അല്ലെ? ബ്രഹ്മാവ് മുതൽ പുഴു വരെ ഒന്നിനും ആർക്കും യഥാർത്ഥത്തിൽ ഒരു സന്തോഷമില്ല. അവർക്ക് വിധിച്ച കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. ചെറുപ്പം മുതലേ മനോവികാരങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ദുഃഖം എന്ന ചേതോവികാരം ഏറ്റുവാങ്ങി ഇത് മാത്രമാണ് സംസാരം എന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിതം ഏറെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മള് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് തന്നെ ഒരു 50-60 വയസ്സ് സമയത്താണ്. അതുവരെ നമ്മള് ഇതിനൊന്നും സമയമില്ലായിരുന്നു, അല്ലെ? അപ്പൊ ഭഗവത് അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ മനസ്സില് ഈ പറയുന്ന അന്തമില്ലാത്ത ചിന്തകളൊക്കെ നമുക്ക് ഒടുങ്ങുള്ളൂ. ഇതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. അപ്പൊ അതിനു വേണ്ട അറിവ്, പക്വത, ജ്ഞാനം അതിന് ലഭിക്കണമെങ്കിൽ അതിന്റെ ഉത്തമമായിരിക്കുന്ന മാർഗമാണ് സത്സംഗങ്ങള്, ഉപാസന, നാമസ്മരണം. ഈ 3 കാര്യങ്ങള് നമ്മൾ നമ്മളെ ഈ പറയുന്ന ആ ഒരു ജഡത്തെ ചൈതന്യത്തിലോട്ട് അടുപ്പിക്കും. ഒരു ഇരുമ്പിനെ കാന്തം ആകർഷിക്കുന്ന പോലെ. കാന്തം ഭഗവാനാണ്, ഇരുമ്പ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഈ സത്സംഗങ്ങളും ആ ഒരു എന്താ പറയാ ഉപാസനാ മാർഗങ്ങളും സദാ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്ന നാമസ്മരണവും എല്ലാം തന്നെ ഈ സ്തോത്രങ്ങള് ഈ പറയുന്ന ഉപാസനാ മാർഗങ്ങളൊക്കെ എന്ത് വേണം? അർത്ഥബോധത്തോടു കൂടി പാരായണം ചെയ്യണം. അർത്ഥം അറിയണം. നമ്മൾ ചെയ്യുന്നത് എന്താണ്, പറയുന്നത് എന്താണ്, നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാതെ ചെയ്യാൻ പാടില്ല. അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ജപിക്കുക. അപ്പൊ ശിവനാമസ്മരണത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ നാവ് രണ്ടും നിൽക്കട്ടെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ശിവന്റെ നാമങ്ങൾ മാത്രം നിറഞ്ഞിരിക്കട്ടെ. നാക്കുകൊണ്ട് ആ ശിവയെ സദാ ശിവയുടെ നാമം നമുക്ക് പറയാൻ പറ്റട്ടെ. ആ ജഗത് മാതാപിതാക്കളുടെ അനുഗ്രഹം അനവരതം നമുക്ക് ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ ഒരു ശിവാനന്ദ ലഹരി എന്ന് പറയുന്ന ഒരു ലഹരിയാണത്. നമ്മുടെ ജീവിതത്തെ മുഴുവനും ആ ഒരു ദുഃഖ സംഘർഷപൂരിതമായിട്ടുള്ള നമ്മുടെ ജീവിതം അത് ഈ ഒരു ശിവശക്തികളുടെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണമായിട്ട് അതൊരു അമൃതത്വത്തിലേക്ക് എത്തിക്കാൻ ഇവര് നമ്മളെ അനുഗ്രഹിക്കട്ടെ.
നമുക്കറിയാം പരമ്പര എന്നത് ഒരു പുണ്യ ശൃംഖല ഉണ്ടാക്കുന്നതാണ്. പരമ്പര, ഗുരു പരമ്പര. ഈ ഭഗവാനാണ് ഗുരുപരമ്പരയുടെ ആദി ഗുരു. സദാശിവ സമാരംഭാം. അപ്പൊ ആരംഭം എവിടെയാണ്? സദാശിവനിൽ. അപ്പൊ അസ്മദാചാര്യ പര്യന്തം, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗുരു വരെയുള്ള എല്ലാ ആചാര്യന്മാരുടെയും ആ പരമ്പര, ആ ശൃംഖല തുടങ്ങുന്നത് എവിടെയാണ്? ഈ ഭഗവാനിൽ നിന്നാണ്. അപ്പൊ പരമതത്വം ഗുരു ശിഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നതാണ്. കാരണം എവിടെ തുടങ്ങി ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു? എത്രയോ കാലങ്ങളായിട്ട്, എത്രയോ യുഗങ്ങളായിട്ട് ഈ പരമ്പരയിലൂടെ ഈ സത്യത്തെക്കുറിച്ച് ഈ ഒരു വാക്കിലൂടെ, ശ്രുതിയിലൂടെ, കേൾവിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അല്ലാതെ ശിവജ്ഞാനം ഭാഷയിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ വാക്കും അതിന്റെ യഥാർത്ഥ അർത്ഥമായിരിക്കില്ല കേൾക്കുന്നവര് മനസ്സിലാകുന്നത്. അപ്പൊ ഈ അറിവ് പകർന്നു കൊടുക്കുക എന്ന പവിത്രമായിരിക്കുന്ന തലം ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രത, അതിന്റെ വിശ്വാസ്യത, ശ്രദ്ധ തുടങ്ങിയവയെല്ലാം ആശ്രയിച്ചിരിക്കും. നമ്മൾ പറയുന്നതിന് എത്ര ശ്രദ്ധയോടുകൂടി, എത്രയാണ് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെ എന്ന് കേട്ട് മനസ്സിലാക്കുന്ന ഒരു ശിഷ്യന് മാത്രമേ ആ സദാശിവ പാദപത്മങ്ങൾ ഈ ഗുരു പരമ്പരയിലൂടെ, ഈ കേൾവിയിലൂടെ അവിടെ ചെന്ന് എത്തിച്ചേരാൻ പറ്റുള്ളൂ. കാരണം എന്താ? ആ എത്തലെന്ന് പറയുന്ന ആ അനുഭവം ഭാഷാതീതമാണ്. കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? നമ്മൾ കുഞ്ഞിനോട് ചോദിക്കാം, അമ്മയോട് എത്ര സ്നേഹമുണ്ട്? കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അച്ഛനോടാണോ അമ്മയോടാണോ സ്നേഹം? കുട്ടി മിണ്ടാതിരിക്കും, രണ്ടുപേരെയും ചൂണ്ടിക്കാണിക്കും അവസാനം. അപ്പൊ നമ്മൾ ചോദിക്കും, കൂടുതൽ ഇഷ്ടം ആരോടാണ് പറയൂ എന്ന് ചോദിക്കുമ്പോഴും കുട്ടി പറയില്ല. അമ്മയോടാണ് സ്നേഹം, അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്താ? അതിന് പറയാൻ പറ്റില്ല, അതിനെ പ്രകടിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അമ്മ കുട്ടിയോട് എങ്ങനെയാണോ സംവദിക്കുന്നത്, അതിന് ഭാഷയില്ല. ശരിക്കും കുട്ടി അമ്മയോടും അമ്മയ്ക്ക് കുട്ടിയോടുമുള്ള ബന്ധം ഭാഷയ്ക്ക് അതീതമായിരിക്കുന്ന, അതിനെയാണ് നമ്മൾ പറയുന്നത് സിൽവർ ബോണ്ടേജ്. ഒരു വെള്ളി കൊണ്ടുള്ള ഒരു കെട്ടാണത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. അതുപോലെയാണ് നമുക്ക് ഈ ജഗത് മാതാപിതാക്കളോട് നമുക്ക് അവരെ കുറിച്ച് എന്ത് വാക്കുകളിൽ പറയാൻ പറ്റും? നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വെറും നമുക്ക് പൊള്ളയായിട്ടുള്ള കുറച്ച് വാക്കുകളാണെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു വികാരം, ആ സ്നേഹത്തിന്റെ, ആ വിശ്വാസത്തിന്റെ, ആ ഒരു ഉറച്ച സംവേദനമാണ് ആ ഈശ്വരനുമായിട്ട് നമുക്കുള്ളത്. നമ്മുടെ ഹൃദയങ്ങൾ ഇനി ഉണ്ടോ ഇല്ലയോ, എത്ര പേര് ഈശ്വരനെ വന്ദിക്കുന്നു, നിന്ദിക്കുന്നു, ഒന്നും നമുക്കറിയില്ല. പക്ഷെ എല്ലാവരോടും ഭഗവാന് ഇതേ ഒരു കർമ്മബന്ധമല്ല, ജ്ഞാനബന്ധമാണ്. ആ ഒരു നമ്മുടെ ജീവാത്മാവ് അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മുടെ ജഗത് മാതാപിതാക്കളുടെ ഒരു കണികയാണ്. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിന് അമ്മയോടുള്ള സ്നേഹം പറയാൻ പറ്റാത്തതുപോലെ നമുക്ക് ഈശ്വരനോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു നമ്മൾ എപ്പോ വിഷമം തോന്നിയാലും അല്ലയോ അമ്മ ഇല്ലെങ്കിൽ ഭഗവാനെ എന്ന് വിളിക്കുന്ന ആരെയാ? നമുക്ക് അവര് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പലപ്പോഴും മറന്നു പോണു. ആ സിൽവർ ബോണ്ടേജ് നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കൂടാണ്. ആ വിശ്വാസം നമുക്ക് വേണം. ഈശ്വരൻ നമ്മുടെ കൂടെ സദാ ഉണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അതിന്റെ ഒരു കണികയാണ്. ആ ഒരു ഉറച്ച സംവേദനം നമ്മൾ ഈശ്വരനുമായിട്ട് നമ്മൾ നടത്തണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവതിയായിട്ട് ആ നിഷ്കളങ്ക നിഷ്കാമ സ്നേഹം, ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇപ്പൊ കൊച്ചു കുഞ്ഞിന് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണ് അമ്മയെ സ്നേഹിക്കുന്നത്. എന്തെങ്കിലും ആ കുട്ടിക്ക് വിശക്കുമ്പോ അമ്മ എന്ന് വിളിച്ച് കരയണോ, അതിന്റെ വയറ് നിറയണോ, അതിനല്ലാതെ സ്വത്തോ പണമോ, ഏതമ്മ ഏത് കുഞ്ഞും പണമുള്ള നോക്കിയിട്ടല്ല അമ്മയെ സ്നേഹിക്കുന്നത്. അത് വലുതാവുമ്പോ ഉണ്ടാകുന്നതാണ്. കൊച്ചു കുഞ്ഞ് നിഷ്കളങ്കമായിരിക്കുന്ന ആ ഒരു സ്നേഹം നമുക്ക് ഈശ്വരനോട് ഉണ്ടായിരിക്കണം. അത് കാമപൂർത്തിക്കോ ആഗ്രഹ പൂർത്തീകരണത്തിനോ ഒന്നുമല്ല. നമ്മുടെ യഥാർത്ഥ സ്വരൂപം നമ്മുടെ അച്ഛനമ്മമാരുടെ ആരായിട്ട് ഇരിക്കുന്നത് അവരാണ്. ഒരു ഭാഷയിലെ അക്ഷരത്തിലൂടെയും നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അതിനൊക്കെ അതീതമായിരിക്കുന്ന ആ ഒരു സ്നേഹം, ആ ബന്ധം ഈശ്വരന് നമ്മളോടും, നമ്മുടെ അച്ഛനമ്മമാര് നമ്മൾ ദുഃഖിക്കുമ്പോൾ അവര് നമ്മുടെ കർമ്മങ്ങളെ ഓർത്ത് എത്രയും കർമ്മങ്ങളെ മാറ്റിത്തരാമോ അത്രത്തോളം നമുക്ക് താങ്ങും തണലുമായിട്ടിരിക്കുന്നത്. ഏത് ദുഃഖത്തിന്റെ തീവ്രതയിലും നമുക്ക് ഈശ്വരന്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ഒരു കുളിർമ അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇരിക്കുന്നത് ആ ശക്തിയാണ്. ആ ശക്തിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാന്ത്വനം നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് ഭാഷയിലൂടെ ബുക്കുകളിലൂടെ വിവരിക്കാൻ പറ്റില്ല. അതാണ് ആ വിശ്രാന്തി സ്ഥാനത്തെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഉപാസനയുടെ ലക്ഷ്യം എന്ന് പറയാൻ കാരണം. ഭാഷ വരുമ്പോൾ അവിടെ അർത്ഥം മാറും. അത്രയും ഉയർന്ന ഒരു ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധവും.
അപ്പൊ ഭാഷ വരുമ്പോൾ അത് കഥയായിട്ട് അതിനൊക്കെ മുകളിൽ കൊളുത്തി വെച്ച ആ ഒരു എന്താ പറയാ ഒരു കഥയായിട്ട് മാറും. എന്തൊക്കെയോ പറയുന്നു. വാക്കുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് അപരിമേയമാണ്. അത് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ നമ്മൾ എവിടെ എത്തിച്ചേരണം? ആ സദാശിവനായിരിക്കുന്ന ഭഗവാന്റെ പാദപത്മങ്ങളിൽ എത്തിച്ചേരാൻ ഇതിനിടയ്ക്ക് വരുന്ന ഗുരുക്കന്മാരെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വഴിയാണ്. അവിടെ ഭാഷയൊന്നും അല്ല. ഒരു ദീപത്തിൽ നിന്ന് വേറൊരു ദീപം കത്തിച്ച പോലെ അതിനൊക്കെ മുകളിൽ കൊളുത്തി വെച്ച ഒരു ജ്ഞാനദീപത്തിൽ നിന്ന് കൊളുത്തിയ കൈത്തിരി, അവരാണ് ശിഷ്യന്മാര്. ശിവൻ ഏറ്റവും ഇഷ്ടം നമ്മൾ കേട്ടിട്ടുണ്ട് വിഷ്ണുവിന്റെ ലീലകളാണ്. വിഷ്ണുവിന്റെ ലീലകൾ നോക്കിയിരിക്കാൻ ശിവന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. ശിവപാർവതിമാര് അത്ഭുതത്തോടെയാണ് ഇത് കാണുന്നത്. അപ്പൊ വർത്തമാന കാലം ഉണ്ടെങ്കിലേ ശിവനുള്ളൂ. കാരണം എന്താ? ശിവൻ ഉണ്ടെങ്കിലേ വർത്തമാനകാലം ഉള്ളൂ. പരസ്പരം ബഹുമാനിക്കുന്ന രണ്ട് പേരാണ് ഇവര്. കാരണം ശിവനും വിഷ്ണുവും. വർത്തമാനം എന്ന് പറയുന്ന ആ ഒരു എല്ലാത്തിനെയും കാത്തുരക്ഷിക്കുന്നത് വിഷ്ണുവാണ്. എല്ലാത്തിനെയും ഉണ്ടാക്കി സംഹരിക്കുന്നത് ശിവനാണ്. അപ്പൊ പരസ്പരം ബഹുമാനിക്കുന്ന രണ്ട് പേര്. ഈ പ്രപഞ്ചത്തില് അനാദിയും അവിഛിന്നവുമായിരിക്കുന്ന ആ ബ്രഹ്മത്തില് ഈ കാണപ്പെടുന്നതെല്ലാം തന്നെ, ഈ കാണുന്ന ഗ്രഹം, നക്ഷത്രങ്ങള്, നിലകൊള്ളുന്നതെല്ലാം ഈ സ്പേസിലാണ് ഇവ നിൽക്കുന്നത്. ഇതിന് കാരണം എന്താണ്? ആ ഒരു പരസ്പര ബഹുമാനം തന്നെ. ഇതിനെ നമുക്ക് ആകർഷണം എന്നൊക്കെ പറയാം, അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് വാക്കും അർത്ഥവും, അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വാക്കും അർത്ഥവുമായിട്ട് തീരും അല്ലേ? നമ്മുടെ വാക്കുകൾ ഈ 51 അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കിനപ്പുറത്തിരിക്കുന്ന ഒരു എന്താ പറയാ അളക്കാൻ പറ്റാത്ത ബന്ധം നമുക്ക് പ്രപഞ്ചവുമായിട്ടും പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാറ്റിനോടും നമുക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് ഈ ഈശ്വര തത്വം എന്ന് പറയുന്നതും നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. ഒരിക്കലും ശിവന് കൃഷ്ണന്റെ രാസലീല കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ് രാസലീല എന്ന് പറയുന്നത്. ഒരാചാര്യനും അത് സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. രാസക്രീഡ ഒരുപാട് അർത്ഥതലങ്ങൾ വളരെ ഗഹനമാണ്. അതിന് ബുദ്ധി എടുക്കാൻ തന്നെ വളരെ പ്രയാസമാണ് ഈ രാസക്രീഡ. അപ്പൊ ഈ രാസക്രീഡ കാണണമെന്ന് ശിവൻ ആഗ്രഹം തോന്നി. ആ രാസക്രീഡ നടക്കുന്നിടത്ത് പുരുഷന്മാർക്ക് പ്രവേശനമില്ല, സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതൊരു കഥയാണ്, തത്വങ്ങളുള്ള ഒരു കഥ. അപ്പൊ ശിവനില്ലെങ്കിൽ രാസക്രീഡ നടക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുക. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. അവിടെ പുരുഷന്മാരെ പ്രവേശിപ്പിക്കില്ല. അവിടെ പുരുഷന്മാരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഇത് നടക്കുന്ന സ്ഥലത്ത് ഒരു കാവൽക്കാരെ നിർത്തി, ഒരു കാവൽക്കാരിയെ. അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇത് ഓഡിറ്റോറിയം ആണോ? പുരുഷന്മാർ വന്നാൽ എന്താ? ഇങ്ങനെയൊക്കെ ഒരു സാധാരണക്കാരനും വരാം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല, കഥയിൽ ചോദ്യമില്ല. അപ്പൊ നമ്മൾ അറിയണം ഈ സ്ത്രീകൾ ആരാണ് പുരുഷൻ. അതിനു വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സ്ത്രീ പുരുഷൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ നശ്വരമായിരിക്കുന്ന ശരീരതലം അല്ല അതിനുള്ളത്. മനുഷ്യ മസ്തിഷ്കത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇടത് ഭാഗം, ഒന്ന് വലത് ഭാഗം. ഒന്ന് റൈറ്റ്, ഒന്ന് ലെഫ്റ്റ്. റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയും. അപ്പൊ ഇടത് ഭാഗ ആ ഒരു ബ്രെയിനില്, ആ മസ്തിഷ്കത്തില് ശക്തി, ബുദ്ധി, വകതിരിവ് തുടങ്ങിയവ. വലതു ഭാഗത്ത് കവിത്വം, ഇല്യൂഷൻ എന്നുള്ളതൊക്കെ വരും. വലതു ഭാഗം ശിവനും ഇടത് ഭാഗം പാർവതീ ദേവിയും എന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പൊ പാർവതിയുടെ ശക്തി ഉണ്ടെങ്കിലേ ശിവന് നിലനിൽപ്പുള്ളൂ. ശിവൻ ഇല്ലെങ്കിൽ പാർവതി ഇല്ല. അപ്പൊ ആ ശിവൻ രാസക്രീഡ കാണണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അതാണ് അതിന്റെ സാരം. ഒരു കവി സങ്കല്പം, അതിലൂടെ മാത്രമേ ഈ തത്വം നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ എന്ന് പറയാൻ കാരണം ഈ രാസക്രീഡ ഇതിലെ നായകൻ പുരുഷനാണ്. അപ്പൊ ഈ പുരുഷൻ ആരാണ്? രാസക്രീഡ നടത്തുന്ന പുരുഷൻ പരമാത്മാവാണ്. അപ്പൊ പരമാത്മാവ് ഒഴിച്ച് ബാക്കി എല്ലാം സ്ത്രീകളാണ്. അപ്പൊ ഭക്തമീരയോട് നീ നിന്റെ പുരുഷനെ ഉപേക്ഷിച്ചാണോ വന്നതെന്ന് ചോദിച്ചപ്പോ മീര തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പുരുഷനെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് എൻ്റെ ഭർത്താവിനെയാണോ? ആണെങ്കിൽ ഇവിടെ പരമാത്മാവ് ഒഴിച്ചുള്ള ഒരു പുരുഷനെ എനിക്ക് കാണിച്ചു തരൂ. അപ്പൊ ബാക്കി എല്ലാവരും സ്ത്രീകളാണ്. സൗകര്യത്തിന് പാന്റും ഷർട്ടും ധരിച്ചവരെ നമ്മൾ പുരുഷനെന്നും സാരി ഉടുക്കുന്നവരെ സ്ത്രീ എന്നും പറയുന്നേ ഉള്ളൂ. അപ്പോൾ രാസക്രീഡ എന്ന് പറയുന്നത് ഉയർന്ന ക്രീഡ, പരമാത്മാവ് അനേകം ആത്മാക്കളും തമ്മിലുള്ള ഒരു നൃത്തമാണ്. ഇത് ഡാൻസ് ഒന്നും അല്ല. ഇതെന്താ? ഒരു വികാരം. ഏത് വികാരവും അതിന്റെ പാരമ്യതയിൽ എത്തുമ്പോൾ അത് നൃത്തമാകും. അതിനെയാണ് നമ്മൾ ഋതം അല്ലെങ്കിൽ താളം, സ്പന്ദനം എന്നൊക്കെ നമ്മൾ ഭാഷ ഉപയോഗിച്ച് പറയുന്നത്. ഭാഷ ഉപയോഗിച്ചപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ ഡാൻസ് എന്നോ നൃത്തം എന്നൊക്കെ പറയാം. അപ്പൊ ശിവസ്പന്ദനമാണ് ഈ പറയുന്ന പ്രകൃതി. അപ്പൊ ശിവന്റെ സ്പന്ദനങ്ങളാണ് ഈ പ്രകൃതിയായിരിക്കുന്ന ശിവയെ നിലനിർത്തുന്നത്. ശിവ
പ്രകൃതിയായിട്ട് ഇന്നിങ്ങനെ തുടരണമെങ്കിൽ എന്ത് വേണം? ചലനാത്മകനായിരിക്കുന്ന ശിവന്റെ സാന്നിധ്യം വേണം. ഈ ചലനാത്മകതയാണ് ജീവിതം, സംസാരം, ജഗത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ചലനം എപ്പോഴാണോ ഈ ചലനം നിൽക്കുന്നുവോ അപ്പൊ അത് പ്രളയമായിട്ട് തീരുക. എല്ലാത്തിന്റെയും പ്രകർഷേണ ഉള്ള ലയം. എന്താ പ്രളയം? എല്ലാം ലയിപ്പിക്കുന്ന അവസ്ഥ, ഒന്നുമില്ലാത്ത അവസ്ഥ. ഈ നാമരൂപങ്ങളെല്ലാം വന്ന് ഇവിടെ നിലനിൽക്കാൻ കാരണം എന്താ? ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, ഒരു സ്പന്ദനമുണ്ട്. ആ സ്പന്ദനം ഉണ്ടാക്കുന്ന ആ അദൃശ്യ നടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിവൻ എന്ന് പറയുന്ന പരമാത്മാവും ബാക്കിയെല്ലാം അതിനൊത്ത് ശിവയായിരിക്കുന്ന പ്രകൃതി ഇവിടെ നടനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ കണ്ടു. അപ്പൊ ചലനം എന്ന് പറയുന്നത് കൃഷ്ണൻ സദാ ഗോപികമാരോടൊത്ത് ചെയ്യുന്ന നൃത്തമാണ്. നമ്മള് രാസലീല എന്ന് പറയുന്ന രാസം, ഏറ്റവും ഉയർന്ന രസം, ശൃംഗാരത്തിന്റെ ശൃംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൊടുമുടി. അതായത് പ്രകൃതിയുമായിട്ട് നമുക്കറിയാം, ആജ്ഞാചക്രത്തിന് താഴെ മനസ്സാണ്, അവിടെ നമ്മുടെ വിശുദ്ധി ചക്രം, അതെല്ലാം പ്രകൃതിയിൽ ഉൾപ്പെടും. അവിടെ വരുന്ന സുഖങ്ങളെല്ലാം തന്നെ നശ്വരമായിട്ടുള്ള സുഖം. പക്ഷെ അത് ശൃംഗത്തിലെത്തുമ്പോൾ, അത് സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ അത് കളി വേറെയാണ്, അത് വേറെയാണ്. ശിവശക്തി സംയോഗമാണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഈ ചലനം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമുക്കത് പ്രകൃതിയുമായിട്ട് തോന്നുന്നെങ്കിലും അത് ആ ശൃംഗത്തിലെത്തുമ്പോൾ, കൈലാസ ശൃംഗങ്ങളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മുടെ സഹസ്രാര പത്മത്തിലെ കുണ്ടലിനി ശക്തി പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രാസക്രീഡ, അതിലാണ് രാസം, ഉയർന്ന ആ ശിവശക്തി സമ്മേളനത്തിൽ ഉണ്ടാകുന്ന ആനന്ദം. അത് തന്നെയാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആനന്ദത്തിൽ നിന്നുണ്ടായതാണ്. അപ്പൊ എപ്പോ ചലനം നിൽക്കുന്നു എന്ന് പറയുമ്പോ എന്താ? ഈ പ്രപഞ്ചം അവസാനിച്ചു എന്ന് അർത്ഥം. അപ്പൊ കൃഷ്ണൻ സദാ ഗോപികമാരോടൊത്ത് ചെയ്യുന്ന നൃത്തം നമ്മൾ കേട്ടു. ന ഖലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക്. അപ്പൊ നോക്കൂ, ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എല്ലായിടത്തും ഗോപികമാരാണ്. ഭഗവാൻ ഒരാള്, ആ പരമാത്മാവ് എല്ലാവരോടൊത്തും നൃത്തം ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ നാമരൂപങ്ങളും ഗോപികമാരാണ്, പ്രകൃതിയാണ്, സ്ത്രീയാണ്. ഒരു പുരുഷനേ ഉള്ളൂ, ഏകമായിരിക്കുന്ന സത് വസ്തു ഒന്നേ ഉള്ളൂ. അതാ ശിവഭഗവാൻ എന്ന് പറയുന്ന അഖില ദേഹിനാം അന്തരാത്മദൃക്. ആത്മാവ്, ദൃക്ക, ദൃശ്യം. നമ്മുടെ ഉള്ളിൽ ദൃശ്യം കാണാൻ ദൃക്ക് ഉള്ളത് കൊണ്ടാണ് കാണാൻ പറ്റുന്നത്. ആ ദൃക്കായിട്ടിരിക്കുന്ന, ജീവാത്മാവായിട്ടിരിക്കുന്ന, ആ പരമ്പൊരുളായിരിക്കുന്ന, ഏകനായിരിക്കുന്ന ഭഗവാൻ ഒന്നേ ഉള്ളൂ പുരുഷൻ. ബാക്കി എല്ലാവരും സ്ത്രീകളാണ്. ശരീരം കൊണ്ട് പുരുഷനും സ്ത്രീയും വേറിട്ട് നിൽക്കുന്നത് എന്തിനാ? പ്രപഞ്ചം നിലനിർത്താൻ വേണ്ടി. അല്ലെങ്കിലോ എല്ലാവരുടെയും ഉള്ളിൽ ഈ ശരീരമാകുന്ന കൂട് മാറിക്കഴിഞ്ഞാൽ അവിടെ പുരുഷനും സ്ത്രീയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാം എന്താ പറയാ, ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രകൃതിയാകുന്ന ലീല. അവിടെ എല്ലാം ഗോപികമാരാണ്, അവിടെ എല്ലാം സ്ത്രീകള്. ഏകനായിരിക്കുന്ന പരമാത്മാവ് മാത്രമേ സദ് വസ്തുവായിട്ട് ഒരിക്കലും മാറാത്ത പുരുഷൻ. അതുകൊണ്ടാണ് പുരത്തിൽ ശയിക്കുന്നവൻ എന്ന് പറയാൻ കാരണം. അപ്പൊ അനാദികാലം മുതലേ ഈ നൃത്തം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിന്താമണി ഗൃഹത്തിന്റെ അഗ്നികോണിലെ ചിതഗ്നികുണ്ഡത്തിലെ നിത്യ ഹോതാക്കളാണ് ഈ കാമേശ്വരന്മാർ. അപ്പൊ അങ്ങനെ രാസക്രീഡ കാണാൻ ശിവൻ സ്ത്രീയായിട്ട് വേഷം മാറി ചെന്നുവെന്നും അപ്പോ ദ്വാരപാലിക അദ്ദേഹത്തെ തടഞ്ഞുവെന്നും പറയുന്നു. അങ്ങനെ പുരുഷൻ സ്ത്രീവേഷം കെട്ടിയാണ് അവിടെ വന്നത്. ശിവൻ സ്ത്രീവേഷം കെട്ടി ഈ രാസലീല കാണാൻ വന്നു എന്നാ പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചുവെന്നും അത്ഭുതത്തോടെ ശിവൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇത് അറിഞ്ഞത്? ഞാൻ സ്ത്രീയുടെ വേഷം ധരിച്ചു വന്നിരിക്കുന്നു, ഞാൻ പുരുഷനാണെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോ, അങ്ങ് ഇടതുകാല് ആദ്യം വെച്ചിട്ടാണ് കയറിയത്. ഇടതുകാല് വെച്ച് കയറുന്നത് സ്ത്രീകളാണ്, പുരുഷന്മാര് വലതുകാല് വെച്ചാണ് കയറുന്നത്. അപ്പൊ ശിവനെ ആ ഒരു വിജ്ഞാന ഭൈരവ തന്ത്രത്തിലെ പാർവതി സ്ത്രീയായിട്ട് വന്നപ്പോ ഉപദേശിച്ചതാണ്. അതായത് ഇവിടെ ഭഗവാൻ പറയുന്നു, ഇടതു ഭാഗത്ത് സ്ത്രീക്കും വലതു ഭാഗത്ത് പുരുഷനും, ഒരു ശരീരത്തിൽ തന്നെ രണ്ടുപേരും ഉണ്ട്, പുരുഷനും സ്ത്രീയും ഉണ്ട്. അപ്പൊ രണ്ടും ഉണ്ട്. നിന്റെ ഇടതു ഭാഗം, അതായത് ഞാൻ വലതു ഭാഗത്ത്, നീ ഇടതു ഭാഗത്തുമാണെന്ന് ഭഗവാൻ തന്നെയാ പറഞ്ഞത്. അപ്പൊ ഈ നമ്മൾ ഫെമിനിസം എന്നൊക്കെ പറയുന്നത് ഇത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു സ്ത്രീയില് അല്ലെങ്കിൽ ഒരു പുരുഷനില് രണ്ടുപേരുമുണ്ട്. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങള്, അതാണ് ഭാര്യ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലല്ല അത് പറഞ്ഞത്. ഇത് പ്രകൃതി തന്ന കൂട് മാത്രമാണ് ഈ ശരീരം. അവിടെ നമ്മൾ ഈ പറഞ്ഞ ലിംഗം അല്ലെങ്കിൽ അടയാളം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ബാഹ്യമായിട്ട് ഈ ശരീരത്തിന് കൊടുക്കുന്ന പേരാണ്. പക്ഷെ അതിനകത്തിരിക്കുന്ന ആത്മാവിന് രൂപങ്ങളോ ലിംഗഭേദങ്ങളോ സ്ത്രീലിംഗം പുല്ലിംഗം ഒന്നുമില്ല. അപ്പൊ ഈ
എന്താ പ്രകൃതി നമുക്ക് എന്താ പറയുക സ്ഥൂല ശരീരം തരുമ്പോ നമുക്ക് അങ്ങനെ തന്നു എന്ന് മാത്രം. അപ്പൊ ഇടതുകാല് വലതുകാല് എന്നൊക്കെ പറയുന്നത് ഭൂമിയിലെ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചല്ല, ജീവാത്മാക്കളെ കുറിച്ചാണ്. അവിടെ ജീവാത്മാവ് ഇടതുകാല് എന്നാൽ ശക്തി എന്നർത്ഥം. അവിടെ ഭൗതികമായിട്ടുള്ള പ്രകൃതി എന്നൊക്കെ അർത്ഥം വരുന്നു. അതുകൊണ്ടാണ് വിവാഹത്തിലെ വധുവിനെ ഇടതു ഭാഗത്ത് ഇരുത്തുന്നത്. ഇപ്പൊ നമ്മുടെ യുക്തി, ചിന്ത, കുടുംബം ഇതൊക്കെ സ്ത്രീകളുടെ ചുമതലയായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ സ്ത്രീകൾ എപ്പോഴും ഇടതു ഭാഗത്തിരിക്കുക. അപ്പൊ വലതുകാൽ എന്നുള്ളത് പരമാത്മാവിന്റെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ഏകനായിരിക്കുന്ന പുരുഷൻ, അത് എന്താണ് ഏകനായിരിക്കുന്ന പുരുഷൻ, അത് വളരെ വലുതാണ്. അതാണ് ഇതിന്റെ ആശയം. അപ്പൊ വിശ്വാസങ്ങൾക്ക് മാത്രമായിരിക്കരുത് മനുഷ്യന്റെ അടിസ്ഥാനം, അത് യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതായിരിക്കണം. എല്ലാ മനുഷ്യരിലും നമ്മുടെ ഈ പറഞ്ഞ പോലെ എല്ലാവരിലും, നോൺ റിലീജിയസ് എന്നൊക്കെ പറയില്ലേ, ഞാൻ ഭക്തനൊന്നല്ല എന്നൊക്കെ പറയുന്നവരിൽ പോലും സഹജമായിട്ടൊരു സത്യ അന്വേഷണം ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ആധ്യാത്മികതയിൽ ആകൃഷ്ടരാകുന്നത്. സാധനാ മാർഗത്തിൽ പോകുന്ന ആളുകൾക്ക് മനസ്സിൽ വിക്ഷേപങ്ങൾ ഉണ്ടാകരുത്. അതാണ് ഇതില് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മള് നദിമൂലം യതിമൂലം, അതായത് നമ്മൾ നദിയുടെ മൂലം എന്ന് പറഞ്ഞാല് സോഴ്സ്, അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കരുതെന്നാണ്. കാരണം നമുക്ക് അവര് തരുന്ന ഉപദേശങ്ങളെ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. നമ്മൾ അതിനെ തിരയണ്ട. നദിയുടെ ഉത്ഭവസ്ഥാനവും യതി എന്ന് പറയുന്ന യതി വര്യൻ, അദ്ദേഹത്തിന്റെ പൂർവാശ്രമം എന്തായിരുന്നു, അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്, ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും ഒരുപാട് ട്രാൻസ്ഫർമേഷൻ വന്നു. ഇന്നിപ്പോ ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞുള്ള ഒരു കല്ല്, അതിലൂടെ എത്ര കാലം ജലം ഒലിച്ചു കഴിയുമ്പോൾ അതിന്റെ തേയ്മാനം സംഭവിച്ച് അവസാനം അതൊരു ചെറിയ മൺതരിയായിട്ട് തീരും. അപ്പൊ കാലം കൊണ്ടും അറിവ് കൊണ്ടും മാത്രമേ നമുക്ക് ആ ഒരു ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ഇതിന്റെയൊക്കെ മൂലഭാഗം അന്വേഷിച്ചു പോയി കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നദി തെളിഞ്ഞ വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാം, അതിൽ കുളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ. അതിന്റെ ഉദ്ഭവം തേടിപ്പോയാലോ അത് വെറും നിരർത്ഥകമായിട്ട് തീരും. ഉദാഹരണത്തിന് ഗംഗാ നദി നമുക്ക് കൽക്കട്ടയിലൂടെ പ്രവഹിക്കുന്ന കാണാം. അനേകം കിലോമീറ്റർ വീതിയിൽ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഗംഗാ സാഗറിൽ എത്തുമ്പോൾ അനേകം കിലോമീറ്റർ വീതിയാണ് ഇതിന്. എന്നാൽ ഇതിന്റെ ഉത്ഭവസ്ഥാനം അന്വേഷിച്ചാൽ ഗംഗോത്രി എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ ഗംഗോത്രിയിൽ ചെന്നാലോ യഥാർത്ഥ ഉത്ഭവസ്ഥാനം ഗോമുഖിലാണെന്ന് പറയും. അവിടെ ചെന്നാൽ ഒരു ചെറിയ അരുവി പോലെ ബാഹ്യമായിട്ട് അത് പ്രകടമാകുന്നത് കാണാൻ പറ്റും. അപ്പൊ അത് അന്തർധാരയായിട്ട് വരുന്നതാണ്. ഇത് ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഒരു എന്താ പറയാ പ്രകടനം. അത് ചെറുതായിട്ട് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. പക്ഷെ കാലക്രമേണ അത് ലോകത്തിന് പ്രകടമാകുന്നത് ചെറിയ വീതി കുറഞ്ഞ സ്ഥലത്താണെന്ന് മാത്രം. പക്ഷെ അതാണ് പിന്നെ നാം കാണുന്ന ഏറ്റവും വലിയ ഗംഗാ നദിയായിട്ട് തീരുന്നത്. അനേക കൈവഴികളോടുകൂടി ചേർന്ന് ആ ഗംഗാ നദി ഒരു വലിയ പ്രവാഹമായിട്ട് അതിങ്ങനെ വരുന്നത് നമുക്ക് കാണാം. അതുപോലെ ഒരു മനുഷ്യൻ അനേക ജന്മങ്ങളിലെ സംസ്കാരങ്ങൾ സഞ്ചയിച്ച് അതിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ യുക്തിപൂർവം പരിശോധിച്ച് നിശ്ചിതമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഒടുവിൽ യതി എന്ന് പറയുന്ന തലത്തിലേക്ക് പോകുന്നത്. എന്താണ് യതി? യതിവര്യന്മാർ, ഈ നമ്മളെ പരമഹംസര്, പരിവ്രാജകരെന്നൊക്കെ പറയുമ്പോൾ യതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉപേക്ഷിച്ചവര്, സ്വതന്ത്രമായിട്ട് നടക്കുന്നവര്. ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ അനേക ജന്മം വേണം, അല്ലാതെ പെട്ടെന്നാവാൻ പറ്റില്ല. അപ്പൊ ഇയാൾ ഏത് അച്ഛനും അമ്മയ്ക്കും ജനിച്ചു, ഇയാൾ എവിടെ നിന്നാണ്, ഏത് കുടുംബം, ഏത് ജാതി, ഇതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. കാരണം നമ്മുടെ ഒന്നും സോഴ്സ് അറിയാൻ പറ്റില്ല. അനേക ജന്മങ്ങളിലൂടെ ഏതൊക്കെ അച്ഛനമ്മമാരുടെ മക്കളാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ അവരെന്ത് സന്ദേശം തരുന്നു, അവരിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്. ഗുരുക്കന്മാരുടെ കുടുംബവും അവരുടെ ജാതിയും അന്വേഷിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മുടെ ഗുരുജി പറയാറുണ്ട്, അവര് ആരെ എങ്ങനെ വന്നു, അവരെന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം, ഇതൊന്നും നമ്മൾ നോക്കണ്ട. അവര് പറഞ്ഞു തരുന്നത് ആ ഗുരുപരമ്പരയിലുള്ള സ്നേഹത്തോടു കൂടി അവരുടെ ശിഷ്യന്മാർക്ക് പകർന്നു തരുന്നത് എടുക്കുക മാത്രമേ നമ്മുടെ ചുമതലയുള്ളൂ. അതുകൊണ്ടാണ് ഈ ബ്രഹ്മ ജിജ്ഞാസുക്കളുടെ ഉറവിടം സ്ഥൂലമായിട്ടുള്ള ഒരു സംഭവത്തിലെ ബന്ധിപ്പിക്കാൻ സാധ്യമല്ല. നമുക്ക് ചിന്മയാനന്ദ സ്വാമിയുടെ കാര്യം അറിയാം. ഉടനെ അവരുടെ പൂർവാശ്രമം, നമ്മൾ അതിനെക്കുറിച്ചൊന്നും വിമർശിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ലോകത്തിന് എന്ത് കൊടുത്തു? അദ്ദേഹം അതിനു മുമ്പേ ആരായിരുന്നു? നമ്മൾ എല്ലാവരും അനേക ജന്മങ്ങളില് എന്തൊക്കെ ആയിരുന്നിരിക്കും നമുക്കറിയാമോ?
തീർച്ചയായിട്ടും സത്കർമ്മങ്ങൾ മാത്രമല്ല ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ടാണല്ലോ പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം നേടാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ആരും ഒരാളും ശുദ്ധരല്ല, എല്ലാവരും പാപപുണ്യങ്ങൾ ചെയ്തവരാണ്. ആരുടെയും സോഴ്സ് നമ്മൾ ഒന്നിന്റെയും അതിന്റെ ഉത്ഭവസ്ഥാനം അന്വേഷിച്ചു പോവാതെ അവരെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്, അതിനെ നമ്മൾ ഒരിക്കലും അവരുടെ സ്ഥൂലമായിട്ടുള്ള ഒരു സംഭവങ്ങളിലൂടെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതം വെറുതെ വ്യർത്ഥമാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ സത്യം, ജ്ഞാനം അനന്തമാണ്. ഈ ബ്രഹ്മം സത്യം എന്നാല് മാറ്റമില്ലാത്തത്, എന്നും ഉള്ളത്. അപ്പൊ എല്ലാം മാറുമ്പോഴും അതിന് പുറകില് മാറാതെ നിൽക്കുന്ന ഒരു വസ്തുവാണ്. എല്ലാ മാറ്റങ്ങളും കണ്ടുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്നത് സത്ത്. അപ്പൊ അത് സ്വയമേവ തന്നെ അറിവാണ്, അല്ലെ? അപ്പൊ അനന്തം എന്ന് പറഞ്ഞാൽ എന്താ? അത് അഖണ്ഡമാണ്, ആനന്ദ സ്വരൂപമാണ്, നിത്യമാണ്. അപ്പോ ഈ ഒരു ഓംകാരം എന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന പരമാകാശമാണ്, മഹാകാശമാണ്. ഈ നാനാരൂപങ്ങളുടെ പുറകിലെ മാറാത്ത നിത്യ വസ്തുവാണ് ഭഗവാൻ. ആ ശിവൻ ആണ് നമ്മള് എന്താ പറയാ, നമ്മുടെ ചിതാകാശത്തില്, നമ്മുടെ ഈ ചെറിയ ലിമിറ്റഡ് ആയിരിക്കുന്ന ശരീരത്തില് ആ ചിതാകാശത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞ് നമുക്ക് പൂജിക്കാൻ നമുക്ക് മഹാഭാഗ്യമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ആദിയും അന്തവും നമുക്ക് അളക്കാൻ പറ്റില്ല. അദ്ദേഹം ആര്? ജാതിഹീനനാണ്, കുലഹീനനാണ്, അല്ലെ? അച്ഛനില്ല, അമ്മയില്ല, ജാതിയില്ല, ഭൂതപ്രേത പിശാചുക്കളോടുകൂടി ശ്മശാനത്തില് വസിക്കുന്നവനാണ്, പാമ്പുകളെ ആഭരണമാക്കി പുലിത്തോൽ ഉടുത്തവനാണ്. അതുകൊണ്ട് അദ്ദേഹം നിന്ദ്യനാണോ? നമുക്ക് അല്ല. ഇതിനെല്ലാം തത്വങ്ങളുണ്ട്. ഇതിന്റെ ഒന്നും മൂലം അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം ആ ആനന്ദ സ്വരൂപത്തെ, നിത്യമായിരിക്കുന്ന ആ പ്രകാശത്തെ, അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ പത്മത്തിലുള്ളതെന്ന് മാത്രം തിരിച്ചറിഞ്ഞ് ആ ചെറിയ ദീപത്തിനെ കാറ്റുകൾ കൊണ്ട് കെടാതെ ആ ദീപത്തെ നമ്മുടെ ഭക്തിയാകുന്ന എണ്ണ ഒഴിച്ചതിനെ വളർത്തി വളർത്തി അതൊരു ജ്ഞാന വിളക്കായിട്ട് മാറണം. കാരണം നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളവർക്കും ആ ജ്ഞാന പ്രകാശം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. കാരണം അതെന്താ? അത് നാനാരൂപങ്ങളുടെ പുറകിലെ മാറാത്ത നിത്യവസ്തുവാണോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ നിത്യവസ്തുവാണ് എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്നതെന്ന് നമ്മുടെ കൂടെ ഉള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ ശിവൻ എല്ലാ പ്രാണികൾക്കും, അതായത് ഭഗവത് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ എല്ലാവർക്കും നമ്മൾ കണ്ടു, ആന ഗജേന്ദ്രൻ പൂജിക്കുന്നത് കണ്ടു. എത്ര പേര് ചിലന്തി, ആന, ഇങ്ങനെയുള്ള മൃഗങ്ങൾ പോലും ഭഗവാനെ പൂജിക്കുന്നു. ഇവിടെ എല്ലാവരും സ്വതന്ത്രരാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. യാതൊരു വിലക്കും ഇവിടെ കൊടുത്തിട്ടില്ല. ഭക്തി എന്ന് പറയുന്നത് ആ ഒരു മോക്ഷ സാധനകളിൽ ഏറ്റവും ഉയർന്നതാണ്. പക്ഷെ അത് നമ്മുടെ ആത്മ അനുസന്ധാനമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബാഹ്യപൂജകളെല്ലാം കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് പ്രകടനങ്ങളും സ്വകാര്യസാധ്യത്തിനുള്ളതായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് ആര്, ഞാൻ ആര് എന്നുള്ള ഒരു ചോദ്യം, അതിൽ നിന്ന് ആത്മധ്യാനം, അത് തന്നെയാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അഹം ആത്മാ, ഞാൻ ആത്മാവാണ്. അല്ലയോ അർജുന, ഗുഡാകേശ, സർവഭൂതം, ഭവിച്ചിരിക്കുന്ന എല്ലാ ഭൂതങ്ങളുടെയും ഭൂതാശയം, അകത്ത്, വെളിയിലല്ല, അകത്തിരിക്കുന്നതാണ് ഞാൻ. അപ്പൊ നമ്മൾ എന്ത് കാണണം? ഞാൻ എല്ലാവരുടെയും ആത്മസ്വരൂപമായിട്ടിരിക്കുന്നുവെന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. ഇതിലൊക്കെ നമുക്ക് പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം വരണം. ഇതാണ് യഥാർത്ഥ ഭക്തി. നമ്മൾ പുറമേ തെരഞ്ഞ് നടക്കണ്ട. ആ ഭക്തന് വേണ്ടി ഭഗവാൻ അത്രയും കരുണാമൂർത്തിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇത് വന്നു കഴിഞ്ഞാലോ പിന്നെ ആരോടും നമുക്ക് വിദ്വേഷമോ രാഗദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഭക്തൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പൊ ശിവൻ എന്ന ഒരു ഒറ്റ നാമത്തിന് ഈ പ്രപഞ്ചാതീതമായിരിക്കുന്ന വലിയ ഒരു അർത്ഥമുണ്ട്. ശിവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ കാര്യമല്ല, പ്രപഞ്ചാതീതൻ, പ്രപഞ്ച ഉത്തീർണനായിട്ടിരിക്കുന്ന എല്ലാം അതിനകത്ത് അടങ്ങുക. ആ മംഗള സ്വരൂപത്തില് ശിവം, മംഗളം, ശംഭു, ശുഭം തരുന്നത്, ഈ ഒരൊറ്റ വാക്ക് എന്ന് പറയുമ്പോൾ എല്ലാ പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടെയുള്ള 36 തത്വങ്ങള് എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത്, അതിന്റെ പ്രഭവ സ്ഥാനമായിട്ടിരിക്കുന്ന ആ പരം ജ്യോതിയാണ് ശിവനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ അർത്ഥതലങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ വന്നാലേ നമ്മുടെ ഈ ഉപാസനാ മാർഗം, ഈ ഏതോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യ കാര്യങ്ങളുടെ ഫലമായിട്ട് ആ ശിവയെയും നമുക്ക് ഉപാസിക്കാൻ ഈ ജന്മത്തില് അവസരം കിട്ടി.
ഇതിന്റെ എല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ജ്ഞാനത്തിലൂടെ മാത്രമേ ഭക്തി ഉറയ്ക്കുള്ളൂ. അവിടെ നിന്ന് മാത്രമേ നമുക്ക് ആ വൈരാഗ്യം ഉണ്ടാവുള്ളൂ. കാരണം സകല ഭൂതങ്ങളിലെ ശിവനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കാണണം. ശിവഭക്തന്മാർക്കുള്ള ഏറ്റവും പുണ്യ സ്ഥലം ഏതെന്ന് ചോദിച്ചാല് തിരുവണ്ണാമല എന്ന് പറയാറുണ്ട്. തിരുവണ്ണാമലയ്ക്ക് ആ ഒരു കഥയുടെ പിൻബലമുണ്ട്. എന്താണ്? ശിവന്റെ തൊടുക്കവും ഒടുക്കവും വിഷ്ണു വരാഹ രൂപത്തിൽ ഭൂമിക്കടിയിലേക്കും മുകളിലേക്ക് ബ്രഹ്മാവ് ഹംസത്തിന്റെ രൂപത്തിലും പോയി എന്നും, ഹംസം എന്ന് പറഞ്ഞാൽ പാലും വെള്ളവും നിത്യ അനിത്യ വിവേകമുള്ളതാണ് ഹംസം. ആ പാലും വെള്ളവും വെച്ചാൽ വെള്ളത്തെ മാറ്റി പാല് കുടിക്കുന്ന വകതിരിവിന്റെ പക്ഷിയാണ് ഹംസം. അപ്പൊ ബ്രഹ്മാവും വിഷ്ണുവും വകതിരിവിന്റെ ആളുകളാണ്. അവരാണ് ശിവനെ അളക്കുവാൻ പുറപ്പെട്ടിരിക്കുന്നത്. ഏത് ശാസ്ത്രത്തിന്റെയും ഉദ്ദേശം എന്താണ്? അളക്കുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക എന്നതാണ്. ഇപ്പൊ സമുദ്രത്തെ നമുക്കൊരു സ്പൂണ് കൊണ്ട് എടുക്കുന്ന മാതിരി, സമുദ്രത്തെ സ്പൂണ് കൊണ്ടെടുത്താൽ എന്താണ് നമുക്ക് അറിയാൻ പറ്റുക? ഉപ്പാണോ എന്ന് മാത്രമേ അറിയാൻ പറ്റൂ. അതിന് എത്ര ആഴമുണ്ട്, അതിന് എത്രത്തോളം പരപ്പുണ്ട്, ഒന്നും നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ വിശകലനം ചെയ്യാനാണ് ബ്രഹ്മാവും വിഷ്ണുവും രണ്ട് രൂപം എടുത്തു പോയത്. നമ്മുടെ ചെറിയ ബുദ്ധിക്ക് നമുക്ക് അളക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനെയും നമുക്ക് കഴിയില്ല. അപ്പൊ സൃഷ്ടിയുടെ ദേവനായിരിക്കുന്ന ബ്രഹ്മാവും ബുദ്ധിയുടെ ദേവനായിരിക്കുന്ന ഹയഗ്രീവൻ വിഷ്ണുവും കൂടെ പോയി എന്ന അർത്ഥം പറയുന്നത് എന്താ? ഇവർക്ക് ഭഗവാൻ ശിവൻ എന്ന് പറയുന്ന ആ തത്വത്തെ ഇവരെ അളക്കാൻ ശ്രമിച്ചു. അപരിമേയമായിരിക്കുന്നതിനെ അവർ അളക്കാൻ ശ്രമിച്ചത് കൊണ്ട് അവർക്ക് ആദിയും അന്തവും കാണാൻ പറ്റിയില്ല. ഇരു കൂട്ടർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവര് നിരാശയോടെ മടങ്ങി. എവിടെ തുടങ്ങുന്നു ശിവൻ? ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, തുടങ്ങിയിട്ടേ ഇല്ല, അവസാനിച്ചിട്ടുമില്ല. അപ്പൊ കാരണം തുടക്കവും അവസാനം നമുക്ക് കണ്ടെത്താൻ ഒരു മനുഷ്യനെ കൊണ്ടും പരിമിതമായ ബുദ്ധി കൊണ്ട് പറ്റില്ല. അപ്പോ ഈ കാണുന്ന എല്ലാത്തിനും തുടക്കം കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറയേണ്ടത്? ഇതെല്ലാം അവസാനം നാശമുണ്ട്. ഇതിന് ഉൽപ്പത്തിക്കും വിനാശവും ഉള്ളതൊന്നും, അതിനകത്തിരിക്കുന്നത് ശിവതത്വമാണ്. ഈ ജഗത്ത് എന്ന് പറയുന്നത് നമുക്ക് തുടക്കവും ഒടുക്കവും ഉള്ളതാണ്. നമ്മൾ കാണുന്നതെല്ലാം അങ്ങനെയാണ്. അപ്പൊ ഈ കാണുന്നതോ ഈ ക്ഷണികമായിരിക്കുന്ന ജീവിതം, അതിനിടയ്ക്ക് കിട്ടിയിട്ടുള്ള ജന്മമായതുകൊണ്ട് നമുക്ക് എല്ലാറ്റിനോടും ഒരു തുടക്കവും ഒടുക്കവും ഉണ്ടോ എന്ന് പറയാൻ പറ്റും ഇല്ലേ? ആരോ സൃഷ്ടിച്ചതാണ്. ആരാണ്? ഇതിന്റെ പിന്നിലുള്ള സത്യം എന്താണ്? ഇത്രയും വലിയ ഒരു ആശയത്തെയാണ് നമ്മൾ ശിവതത്വം എന്നറിയുന്നത്. അപ്പൊ ആരാണ് ഇതിന്റെ പുറകില്? ഈ ഒരു പരമമായിരിക്കുന്ന ചൈതന്യം എന്താണ്? ഈ തുടക്കവും ഒടുക്കവും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചൈതന്യം ആരാണ്? അപ്പൊ ഈ ശിവതത്വത്തെ അറിയാനാണ് ബ്രഹ്മാവും വിഷ്ണുവും പോയതും അവരെ പരാജയപ്പെടുന്നതും. പക്ഷേ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് കള്ളം പറയുകയാണ്, കണ്ടു എന്ന്. വിഷ്ണു പരാജയപ്പെട്ടു, പരാജയം സമ്മതിച്ചു. മുകളിൽ നിന്ന് വന്ന ആ ഒരു തുമ്പപ്പൂവ് താഴേക്ക് വരുന്നത് കൊണ്ടും അത് കള്ളം പറഞ്ഞുവെന്നും നമുക്കറിയാം. ശിവൻ മനസ്സിലാക്കി ബ്രഹ്മാവിന്റെ തല നുള്ളിക്കളഞ്ഞുവെന്നും അദ്ദേഹം കപാലധാരിയായിട്ട് നടന്ന് അവസാനം ഭിക്ഷ എടുത്തുവെന്നും അന്നപൂർണേശ്വരിയായ കാശി വിശ്വേശ്വരി ഭഗവതിയുടെ മുമ്പിൽ ചെന്ന് ആ കപാല ഭിക്ഷ വാങ്ങിച്ചപ്പോൾ കപാലം അപ്പുറത്തിൽ തന്റെ ആ ഒരു ബ്രഹ്മാവിനെ, ബ്രഹ്മഹത്യ പാപം മാറി എന്നും കഥ. അപ്പോ കഥ വളരെ പ്രസിദ്ധമാണ്. ഇപ്പൊ ഈ കൈതപ്പൂ, തുമ്പപ്പൂവല്ല കൈതപ്പൂ, കൈതപ്പൂവിനെ പൂജയ്ക്ക് എടുക്കാതായി. വിഷ്ണു കണ്ടില്ല എന്ന സത്യം പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ആശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശിവൻ ശപിക്കുമോ? അദ്ദേഹത്തിന് ശാപമുണ്ടോ? അനുഗ്രഹം മാത്രം ചൊരിയുന്ന ആളല്ലേ ശിവൻ? ആ പുഷ്പത്തിൽ എന്താണുള്ളത്? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാം. കാരണം ഈ പുഷ്പം കൈതപ്പൂവ് ഈശ്വരാംശമാണ്. അത് കാമ ഉദ്ദീപകമാണ്. അതിന്റെ ഗന്ധം കാമം അംഗീകരിച്ചതാണ്. അംഗീകരിക്കാത്ത കാമമുണ്ട്. കാമദേവനെ തന്റെ മൂന്നാമത്തെ അഗ്നിനേത്രം കൊണ്ട് ദഹിപ്പിച്ച ആളാണ് കാമാരിയായിരിക്കുന്ന ശിവൻ. അപ്പോ എല്ലാം കാമനില്ലെങ്കിൽ സൃഷ്ടി നടക്കില്ല. അതുകൊണ്ട് കാമദേവൻ പുനർസൃഷ്ടിക്കപ്പെടണം. ആ കാമദേവനെ നാം അംഗീകരിക്കുകയും വേണം. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാല്, നമ്മുടെ ഉള്ളിലെ ശിവശക്തികളെ ഭസ്മീകരിക്കുന്ന കാമം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിലെ ശിവശക്തി അംഗീകരിച്ച കാമവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ചില കാമങ്ങളെ ശിവശക്തി ഭസ്മീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ രോഗമുണ്ടാകുന്നു. ഇപ്പൊ കൈതപ്പൂവ് എന്ന് പറഞ്ഞാല് കൈതവം. എന്നാൽ എന്താണ് കൈതവം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ഉദ്ദേശിക്കുന്നത് ചതി, വ്യാജം, കള്ളം. അതാണ് കൈതവം. അപ്പൊ നമ്മൾ ആഹ്ലാദത്തിന്റെ കൊടുമുടിയാണ് എന്ന് വ്യാജം പറയുന്നത് എല്ലാം നിസ്സാര സുഖങ്ങളെയാണെന്ന് അർത്ഥം. നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു. ഈ നാമപ്രപഞ്ചത്തില് നമുക്ക് കിട്ടുന്ന സുഖങ്ങളൊക്കെ എന്താണ്? വളരെ താൽക്കാലികമാണ് അല്ലേ? അപ്പൊ നമ്മളെ കൈതപ്പൂവിനെ പോലെ നമ്മൾ കള്ളം പറയാണ് ഈ താൽക്കാലിക സുഖങ്ങള്. കാരണം എത്ര സമയം ഒരു സുഖം നീണ്ടു നിൽക്കും? ഭക്ഷണം കഴിച്ചാല് ആ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഭക്ഷണത്തെ സമയമായി വിശപ്പ്.
എന്തൊക്കെ നേടിയെടുത്തു, എത്രയൊക്കെ നമ്മൾ സുഖങ്ങൾ നേടി, എന്നാലും വേറൊരാൾക്ക് എന്തെങ്കിലും കാണുമ്പോൾ നമുക്കതിൽ ചെറിയ ഒരു വിഷമം, അതുപോലെ എനിക്കും വേണം. അപ്പോ ഈ കാമം എന്ന് പറയുന്ന ആഗ്രഹം ഒരിക്കലും മനുഷ്യൻ ആശാപാശങ്ങൾ പോലെ ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ല, മനുഷ്യനിൽ വിട്ടുപോകുന്നില്ല. ഈ നിസാര സുഖങ്ങളെയാണ് നമ്മള് സുഖം എന്ന് പറയുന്നത്. അത് വ്യാജമാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാല് സുഖമായിട്ട് ഒരു ജോലിയും ചെയ്യാതെ ഭക്ഷണം കഴിച്ചിരിക്കുന്നതിനെയാണ് എല്ലാവരും സുഖം എന്ന് പറയണത്, അല്ലെ? അതല്ല സുഖം. അത് സ്വർഗം എന്ന് നമ്മളിങ്ങനെ പറയുന്ന മാനദണ്ഡമൊക്കെ ഇപ്പൊ വേറെയാണ്. കാരണം എന്താ? ഈ കാമം പൂർത്തീകരിക്കലോ ഈ പറയുന്ന ആഗ്രഹ പൂർത്തീകരണമോ ഒന്നുമല്ല. ആ ഒരു ശിവഭഗവാന്റെ സഹസ്രാരമാകുന്ന തിരുജടയിൽ നിന്നാണ് താൻ വരുന്നതെന്ന തെറ്റായ കള്ളം പറഞ്ഞത് കൊണ്ടാണ് കൈതപ്പൂവിനെ പൂജയ്ക്ക് എടുക്കണ്ടെന്ന് ശാപം കിട്ടിയത്. പൂജ എന്നാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊക്കെ എല്ലാം സാമാന്യ അർത്ഥങ്ങളാണ് ഓരോന്നിനും മനസ്സിലാക്കുന്നത്. പൂജ എന്നാൽ എന്താ? പൂർണ്ണത എന്നാണ് അർത്ഥം. പൂജ പൂജ എന്നുള്ള ഒറ്റ വാക്ക് തന്നെ പൂർണ്ണത കിട്ടാൻ വേണ്ടി. എന്താ? ഈ പറയുന്ന പഞ്ച ഉപചാരങ്ങളെ പഞ്ചഭൂതങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഷോഡശ ഉപചാരങ്ങള്, ഷോഡശ സംസ്കാരങ്ങളെ, ജനനം മുതല് അന്ത്യേഷ്ടി കർമ്മം വരെയുള്ള 16 കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇതൊക്കെ ഉപചാരങ്ങള്. നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ഓരോ തത്വങ്ങൾ മാത്രമാണ്. നമുക്കത് അറിയില്ല. ആ പൂർണ്ണത്വത്തെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പൂജയിലൂടെ. അപ്പൊ ഭഗവാൻ ഇപ്പൊ എന്താ പറയാ, പൂജയ്ക്ക് എടുക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ? ഈ കൈതപ്പൂവിനെ ഭഗവാനെ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ തിരുമുടി സഹസ്രാരപത്മത്തിൽ എത്തിയെന്ന് പറയാൻ പറ്റില്ല. അതാണ് കള്ളം അവിടെ. കൈതവം എന്ന് പറഞ്ഞാൽ അതാ, കള്ളം പറയുക. അപ്പൊ ഭഗവാനെ അറിയണമെങ്കിൽ അറിഞ്ഞ ഒരാൾക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പൊ ആ ഒരു പക്ഷേ കൈതപ്പൂവിന് ഒരു മോക്ഷം കൊടുക്കണുണ്ട്. എല്ലാ ശാപങ്ങളുടെ പിന്നിൽ അനുഗ്രഹമാണ്. ശിവരാത്രി ദിവസം പൂജയ്ക്ക് കൈതപ്പൂവിനാണ് പ്രാധാന്യം. ശിവരാത്രി ദിവസത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാല്, മൂലാധാരസ്ഥിതിയായിരിക്കുന്ന പരമേശ്വരി, ആ പരാശക്തി ശിവഭഗവാനെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ അർദ്ധരാത്രി അർദ്ധയാമ പൂജയ്ക്ക് 4 യാമങ്ങളുണ്ട്. ഭഗവാന്റെ സദ്യോജാതം, അഘോരം തുടങ്ങിയുള്ള 4 യാമ പൂജകള്, 4 മുഖങ്ങളെ പൂജിക്കണം. അതിൽ അർദ്ധരാത്രിയുള്ള പ്രത്യേക പൂജയ്ക്ക് ഈ പരമേശ്വരി ഊർധ്വ സ്വരൂപമായിട്ട് നമ്മുടെ ആ കുണ്ടലിനി ശക്തി എല്ലാ ഉപാസകരിലും, ഇത് അറിയുന്നവരുടെ എല്ലാം ഉള്ളിലും അറിയാതെയും ഈ പ്രപഞ്ചത്തില് ഊർധ്വമായിട്ട് സഞ്ചരിക്കുന്ന സമയം, ആ ദേവി ശിവനുമായിട്ടുള്ള സംയോഗത്തില് എല്ലാ ഭക്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അവരുടെ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അവൻ പൂർണ്ണനായി തീരുന്നു. അതാണ് കൈതപ്പൂവിന്റെ മുക്തി. ആ ശാപം, നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മുടെ അപരിമേയമായിരിക്കുന്ന ശക്തിയെ നമ്മൾ തിരിച്ചറിയണില്ല. ആ തിരിച്ചറിയുന്ന ശിവരാത്രി എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ, അത് നമുക്കറിയാം അമാവാസി തിഥിയാണ്. അജ്ഞാനം, അഹങ്കാരം എല്ലാം മാറി, ആവരണങ്ങളെല്ലാം മാറി, 3 ഗ്രന്ഥികളെ ഭേദിച്ചുകൊണ്ട് ഊർധ്വമായിട്ട്, അതുകൊണ്ടാണ് ഉറങ്ങാത്തത് ശിവരാത്രി ദിവസം. ആ ശിവരാത്രി ദിവസം കൈതപ്പൂവിന് മാത്രം പൂജയ്ക്ക് അവകാശം. ഇതൊക്കെ വളരെ വളരെ ഉയർന്ന തത്വങ്ങൾ അതിന്റെ പുറകിലുണ്ട്. കൈതപ്പൂ എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ജടാമകുടത്തിലാണ് ഞാൻ ഇരുന്നതെന്ന് പറഞ്ഞു. ആ പൂജയ്ക്ക് എടുക്കണമെങ്കിൽ ഊർധ്വമായിരിക്കുന്ന കാമങ്ങളെ എല്ലാം ദഹിപ്പിച്ചുകൊണ്ട് തന്റെ പ്രപഞ്ചബോധത്തെയും ശരീരബോധത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് ആ കുണ്ടലിനി ശക്തിയായിരിക്കുന്ന പാർവതി ദേവി തന്റെ കൈലാസനാഥനായിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് ചെല്ലുകയും അവര് തമ്മിലുള്ള ആ ഒരു മേളനത്തില് ആ ഒരു പ്രപഞ്ചബോധം, ശരീരബോധം മാറി ജീവാത്മ പരമാത്മ ഐക്യം അവിടെ ഉണ്ടാവുകയും ചെയ്യുകയാണ്. യഥാർത്ഥ പൂജ അവിടെയാണ്, പൂർണ്ണത്വം. ഒരാൾക്ക് എപ്പോഴാണ് പൂർണ്ണത്വം? ഈ പൂജകളെല്ലാം അവിടെ, ബാഹ്യപൂജകൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ പൂജകൾ എല്ലാം അവസാനിച്ച് ആ ഒരു യോഗം, ആ യോഗസ്ഥിതി, ഇവിടെയാണ് പൂജയുടെ അവസാനം. അപ്പൊ ബ്രഹ്മാവിന്റെ ശിരസ് നുള്ളി എന്നാൽ നമുക്ക് ഈ പ്രപഞ്ചത്തെ 3 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ ആയിട്ടേ കാണാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാ? ഭൂതം, ഭാവി, വർത്തമാനം, 3 കാലങ്ങൾ. നമുക്ക് തുരീയം എന്ന് പറയുന്ന ഈ 3 തലങ്ങളെയും അനുവർത്തിച്ച ഒരു സ്റ്റേജ് അറിയില്ല. നമ്മുടെ മനസ്സ് അവിടെ, അത് മനസ്സുകൊണ്ട് എത്തിച്ചേരേണ്ട ഒരു സ്ഥലവും അല്ല. അപ്പൊ ജീവാത്മ പരമാത്മ ഐക്യം എന്ന് പറയുന്ന ആ ഒരു 4ാമത്തെ പദം, തുരീയം, തുര്യാതീതം എന്നുള്ള ആ അവസ്ഥ, അതാണ് സാക്ഷാൽ ലളിത മഹാത്രിപുര സുന്ദരി ഷോഡശി ഭാവത്തിലിരിക്കുക. അപ്പൊ നമ്മള് 3 ഡയമെൻഷനിൽ മാത്രമേ ഈ പ്രപഞ്ചത്തെ, നമുക്ക് 3 ഡയമെൻഷൻ. മഹാമേരു എന്താ? 3 ഡയമെൻഷൻ. നമ്മുടെ ജീവിതം എല്ലാം തന്നെ ഈ ഭൂതം, ഭാവി, വർത്തമാനം.
ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറം ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ബുദ്ധിയിൽ അത് കയറില്ല. അത് അനുഭവവേദ്യമാവണമെങ്കിൽ അത് ഈ പറയുന്ന എന്താ ആ ഒരു സംയോഗം നമ്മുടെ ശരീരബോധം അതിൽ നിന്ന് നമുക്ക് ഉയർന്നാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റില്ല. അത് അനുഭവമാണ്. അപ്പൊ ഈ 4ാമത്തെ കാലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഋതംബര ബുദ്ധികൾക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. അത് യോഗികളുടെ തലമാണ്. നമ്മുടെ ചിന്തകൾക്ക് പോലും പരിമിതികളുണ്ട്, ഇല്ലേ? അപ്പൊ ഈ ശിവതത്വം എന്ന് പറയുന്നത് ശരിക്കും പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപരിമേയമായിട്ടുള്ള അത്യുത്കൃഷ്ടമായിരിക്കുന്ന നമ്മുടെ ബോധതലത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മളെ ഒരു സാധാരണ ജീവതലത്തിൽ നിന്ന് നമ്മളെ ഉയർന്ന പശുക്കളിൽ നിന്ന്, പശുഭാവത്തിൽ നിന്ന് പശുപതിയുടെ ഭാവത്തിലേക്ക്, അഹംബോധത്തിൽ നിന്ന് മഹത്തായിരിക്കുന്ന ഒരു ബോധതലത്തിലേക്ക് ഉയർത്തുന്ന ആ ഒരു ശക്തിയാണ് ഈ ശിവതത്വം. നമ്മുടെ പരിമിതികളെ ഭേദിക്കണമെങ്കിൽ ഈ ശിവതത്വത്തിന് മാത്രമേ നമ്മുടെ പരിമിതികളെ ഭേദിക്കാനുള്ളൂ. ഈ ശിവപൂജ, ഈ ശിവയെ പൂജിക്കല്, ഈ ശിവശക്തികളുടെ ഉപാസന, അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം അനേക ജന്മങ്ങളില് അനേക പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ പൂജകളിലെല്ലാം തന്നെ നമ്മുടെ പല പല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കാം. പക്ഷെ യഥാർത്ഥ നമ്മുടെ ബോധത്തെ, നമ്മൾ ആരാണ് എന്ന് അറിയണമെങ്കിൽ ഒരു ദീക്ഷ എടുത്ത് നമ്മുടെ ആ ഒരു എന്താ പറയാ ഒരു ശ്രീവിദ്യ ഉപാസകൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ആ ഒരു നമുക്കറിയാം പരമശിവന്റെ ശിഷ്യനാണ് പരശുരാമൻ. അദ്ദേഹമാണ് നമുക്ക് ശ്രീവിദ്യ ഉപാസനയിൽ ഏറ്റവും ഉയർന്ന തലത്തില് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന തന്ത്രശാസ്ത്രങ്ങളെല്ലാം തന്നെ. ഈ പറയുന്ന എല്ലാ തന്ത്രങ്ങളും ശിവനിൽ നിന്നാണ് ഉദ്ഭൂതമായിരിക്കുന്നത്. അപ്പൊ സൂത്രം എന്ന് പറഞ്ഞ ശിവസൂത്രങ്ങളാണ്. ആ സൂത്രം എന്ന് പറഞ്ഞാല് അല്പ അക്ഷരം സംശയരഹിതമായിട്ട് സാരവത്തായിരിക്കുന്ന എല്ലാ തത്വങ്ങളും അടങ്ങിയതിനെയാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ എന്താ പറയുക, അതിന്റെ ഭാഷ്യങ്ങൾ വേണം. അപ്പൊ പരമശിവൻ തന്റെ നൃത്താവസാനത്തിൽ ഉടുക്കുകൊണ്ട് 14 സൂത്രങ്ങൾ ഉണ്ടാക്കിയെന്നും അതാണ് സംസ്കൃത വ്യാകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നു. അഥ ചൈതന്യമാത്മാ എന്ന ശിവസൂത്രം പറയുമ്പോൾ ആ സൂത്രം എല്ലാ തുടക്കവും നമുക്കറിയാം അഥ എന്ന വാക്കുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.